എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഹരിതാനാണ്. ഏറ്റവും കൂടുതൽ ചേട്ടൻ വിളിച്ചിട്ടുണ്ടാവുക ഞാനായിരിക്കും. എന്റെ റിസൾട്ട് പറയാൻ, ഞാൻ ടെസ്റ്റ് പോവാന്ന് പറയാൻ. എനിക്കറിയില്ല, എനിക്ക് ഒരു പരിചയമില്ല. പിന്നെ ഇതെന്റെ അമ്മയാണ്. അവർക്ക് ഹിമാലയം പോകണം, അത്ര രാജസ്ഥാൻ പോകണം. തണുപ്പിൽ പോയാൽ നമുക്ക് തന്നെ ഇഷ്ടപ്പെടും. ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് എന്റെ ഒരു ജേർണി ഞാൻ എന്താണോ just because of my mom. Because you know, അമ്മയാണ്. A lot of love for her. Personally for me. ഇനി എങ്ങനെ വേണം നമുക്ക് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു പോവാം. എന്റെ പേര് ഹരിത. എന്റെ മമ്മി രേഖ. ശബ്ദത്തിന്റെ പരിപാടിയാണ് ഒരുമിച്ചില്ല. ഞാൻ കൊച്ചിയിലാണ് വർക്ക് ചെയ്യുന്നത്. വീട് ആലപ്പുഴയാണ്. അപ്പം മമ്മി ഇന്നലെ വന്നു, പരിപാടിക്ക് വേണ്ടിയിട്ട് വന്ന ആള്. ശബ്ദത്തിന്റെ ലൈഫ് എന്റെ ലൈഫ് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു ഇതാണ്. ശബ്ദത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ആദ്യമായിട്ട് ഒരുമിച്ച് യാത്ര ചെയ്യുന്നത്. നെയ്യാമ്പതില് കാരണം അന്ന് യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇന്ന് ഒരുപാട് ക്യാമ്പിൽ പോയി. ഞങ്ങൾക്ക് ഒന്നിച്ച് ഒരുപാട് യാത്ര ചെയ്യാൻ അതൊരു തുടക്കമായിരുന്നു. കാരണം എന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കുഞ്ഞിലെ തൊട്ട് മമ്മി തന്നെയായിരുന്നു എന്റെ ബെസ്റ്റ് ഫ്രണ്ട്. പക്ഷെ പോയിട്ടുള്ളത് മമ്മിയുടെ കൂടെ തന്നെയാണ്. എന്നാലും ഞങ്ങൾ തനിച്ച് ഒന്നിച്ച് അങ്ങനെ എൻജോയ് ചെയ്ത് പോയിട്ടില്ല ഇതുവരെ. ആ ഒരു ക്യാമ്പിൽ വന്നു കഴിഞ്ഞാണ് മമ്മിക്കും മനസ്സിലായത് ആ ഒരു അങ്ങനെ തനിച്ച് പോകുന്ന ആ ഒരു ക്യാമ്പും അല്ലെ എന്റെ പ്രായത്തിലുള്ളവരോട് വരുന്നതിന്റെ ആ ഒരു മദർ കേരള എന്ന് പറഞ്ഞിട്ട് ഞങ്ങളൊരു 30 അമ്മമാരും കൊണ്ട് നെയ്യാമ്പതിലൊരു യാത്ര പോയിരുന്നു. അത് ഇതുപോലെ ഒരുപാട് യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ള അമ്മമാര് പോയാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് പേടിയുള്ള അമ്മമാരുടെ പേടി മുഴുവൻ യാത്ര വന്നതോടുകൂടി പോയി. പറഞ്ഞു അന്ന് ആ ഒരു വീട്ടില് സത്യം പറഞ്ഞാൽ വെളിപ്പെടുത്തിയിട്ടൊന്നുമല്ല വന്നെങ്കിലും ഒരു പ്രോഗ്രാം പോവാണ്. ഞാൻ എന്റെ ഒരു പരിപാടിക്ക് പോകുന്ന വേറൊരു കാര്യമാണെന്ന് പറഞ്ഞാണ് വന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് എന്റെ മമ്മി. അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കളത്തരം പറയുകയാണെങ്കിൽ അങ്ങനെ ഇറങ്ങി അന്ന് വന്നു കഴിഞ്ഞാണ് മമ്മി പറഞ്ഞ എല്ലാവരുമായിട്ട് പോകുന്നത് വേറൊരു രസമാണ്. പക്ഷെ അല്ലാതെ പോകുന്നത് വേറൊരു ഇതാണ്. അപ്പൊ ഇപ്പൊ മമ്മിയോട് പോവാൻ ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. പോവാന്ന് പറഞ്ഞപ്പോ തന്നെ മമ്മി വന്നത്. അപ്പൊ ഈ കഴിഞ്ഞ വീട്ടിൽ ഞങ്ങള് മൂന്നാറ് ഒരു ക്യാമ്പിൽ പോയായിരുന്നു, കാന്തല്ലൂര്. അപ്പൊ അത് മമ്മിയോട് ചോദിച്ചില്ല. നമ്മളോട് പറഞ്ഞപ്പോ തന്നെ മമ്മി വരാന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ എവിടെ പോകണമെന്ന് ചോദിച്ചാല് മമ്മിക്ക് സജഷൻസ് ഉണ്ട്. അപ്പൊ അവിടെ പോവാം, അല്ല അങ്ങോട്ട് എത്ര ദിവസം ഉണ്ടാവും മാത്രം പറയുന്നത്. കാരണം ഷോപ്പ് ഉണ്ട്, കാരണം മറ്റൊരാളെ ഏൽപ്പിച്ചിട്ട് വരുന്നതുകൊണ്ട് കുറച്ച് ദിവസം മുമ്പ് പ്ലാൻ ചെയ്യണം പറഞ്ഞു. കാരണം പെട്ടെന്ന് ഇട്ടറിഞ്ഞ് വരാൻ പറ്റില്ല. അത് കാരണം അങ്ങനെ എനിക്ക് വർക്കുള്ള കാരണം ഞങ്ങൾ കുറച്ച് നേരത്തെ, പക്ഷെ എപ്പോഴും പ്ലാനിങ് ആണ്. അടുത്ത് എവിടെ പോകാം, അടുത്ത് എവിടെ പോകാം എന്നുള്ളൊരു പ്ലാനിങ് കാരണം എന്നാലും അതൊരു നല്ല സ്റ്റാർട്ടായിരുന്നു. ശബ്ദത്തിന്റെ കൂടെ പോയ ആ ട്രിപ്പ് കാരണം ഇപ്പൊ ഒരുപാട് സ്ഥലങ്ങൾ പോയി അത് കഴിഞ്ഞു. ഇനിയും ഒരുപാട് സ്ഥലത്ത് പോകാൻ ഓക്കെ, നെക്സ്റ്റ് ആൾക്കാരുടെ വെയിറ്റിംഗ് ആണ്. കാണാനായിട്ട് പ്ലാൻ ഇട്ടിട്ട് സത്യത്തിൽ ഇവിടെ വന്നിട്ട് എല്ലാവരെയും കണ്ടെങ്കിൽ സന്തോഷമുണ്ട്. എന്റെ മക്കളാണ് രണ്ടുപേരും പ്രയാസല്ലേ, അവർ രണ്ടുപേരും ഇൻസ്റ്റാഗ്രാം ഫോളോവേഴ്സ്. ആദ്യമായിട്ട് നമ്മൾ നേരിട്ട് കാണുന്നത് ഈ നമ്മ ചേട്ടൻ പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഒരു എന്താ പറയാ ഒരു വികാരമാണ് ശരിക്കും പറഞ്ഞത്. ഞാൻ അറിയുന്നത് മക്കളിലൂടെ ഞാൻ അറിയുന്നത് ചേച്ചി നമ്മുടെ പരിപാടിയാ ഇന്നലെ വിളിച്ചിരുന്നു. എന്റെ പേര് സീമ, ടീച്ചറാണ്. ആദ്യം നമ്മൾ കാണുന്നത് ഒരുപാട് യാത്രകളുടെ എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷെ ഓരോരുത്തരും ഈ ഒരു പങ്കെടുക്കാൻ പറ്റിയതും ചേട്ടനെ ഗീതാമയും പിന്നെ എനിക്ക് അത് വളരെ വലിയൊരു നമ്മൾ ഒരുപാട് പേര് ചിരിക്കുന്നുണ്ട്.
പക്ഷെ അതിനേക്കാളൊക്കെ മനോഹരമായി കുട്ടി അവരുടെ മുഖത്തിലാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് റെനോഡിയ. ഞാൻ ആദ്യം ഇൻസ്റ്റാഗ്രാമിൽ ഒരു മകൻ അമ്മയെ പറ്റിങ്ങനെ കറക്കുന്ന ഒരു വീഡിയോ കണ്ടത്. എനിക്കറിയില്ല ഇത് ആരാന്നൊന്നും അറിയില്ല. അപ്പോഴാണ് എൻ്റെ കസിൻ പറഞ്ഞത് ശരത്തേട്ടൻ നമ്മൾ തൃശ്ശൂർ കഴിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞു. തൃശ്ശൂർ നമുക്ക് കാണണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ ചാപ്റ്റേഴ്സ് പറഞ്ഞു. ചാപ്റ്റേഴ്സ് പറഞ്ഞപ്പോൾ രണ്ടാളാണ് എനിക്ക് ഇഷ്ടം തോന്നിയത് അമ്മ ആരെയും ഞാൻ കണ്ടിട്ടില്ല. അമ്മേനെ പിടിച്ചിങ്ങനെ യാത്രയ്ക്ക് പോകണോ അതൊരു വലിയൊരു സംഭവമാണ്. ഇന്നത്തെ ജനറേഷൻ ആരും ചെയ്യുന്നത് കണ്ടിട്ടില്ല. അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി ഗീതാമ്മേനെയും ശരത്തേട്ടനോട് ഒരു ഇഷ്ടം തോന്നി. ഞാൻ പറയാൻ പറ്റില്ല, പൊട്ടരുതെന്ന് പറയാൻ വരികയായിരുന്നു. കാരണം അത് കൊലം ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ കൊലം ചെയ്തു പോയാൽ നിങ്ങൾക്ക് ക്ഷമിക്കുക കേട്ടോ. അപ്പൊ എന്റെ പേര് കാർലിൻ ജിയോ ബ്രിഡ്ജസ്. ആ പേരിന് ഉത്തരവാദി എന്റെ അടുത്തിരിപ്പുണ്ട് എന്റെ മമ്മ. അപ്പൊ എല്ലാരും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ചോദിക്കാം എവിടെ കിട്ടിയ പേരാണെന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും വീട്ടിലെന്റെ ആളുകളെന്ന് പറയും. അപ്പൊ ഇവിടെ വന്ന എല്ലാവരും കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. സോ ഹാപ്പി. പിന്നെ പ്രിവിലേജ്ഡാണ്. അവര് രണ്ടുപേര് എന്താ പറയാ ബ്യൂട്ടിഫുൾ പീപ്പിൾ, ബ്യൂട്ടിഫുൾ സോൾസ് അതാ പറയാനുള്ളത്. പിന്നെ അശ്വിൻ സിനിമ ഭയങ്കര എന്താ പറയാ ഇവിടെ ഉണ്ടോന്ന് അറിയില്ല. അവര് നന്നായിട്ട് നമ്മളോട് ഞാൻ എനിക്ക് ഇങ്ങനെ ക്രിബ് ചെയ്യാൻ കഴിയില്ലായിരുന്നു. ഞാൻ അശ്വിനെ 1-2 പ്രാവശ്യം വിളിച്ചു ഒക്കെ പറഞ്ഞു. അപ്പൊ അശ്വിൻ സോ കോപ്പറേറ്റീവ്, എല്ലാം നന്നായി ചെയ്തു. അപ്പൊ ഇനി ഒരുപാട് ഇങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ വരട്ടെ. താങ്ക് യു സോ മച്ച്. അടുത്തത് രാജാറാമിന്റെ അമ്മയാണ്. എന്റെ എല്ലാ ഭംഗിയുള്ള ഫോട്ടോസ് എടുത്ത നല്ല രാജാറാമ. ഈ ഫോട്ടോ അങ്ങനെ എന്റെ സ്ക്രീൻ സേവർ ഒരുപാട് കാലം രാജാറാമിന്റെ ആയിരുന്നു. പിന്നെ എന്നെ കൊണ്ട് വാട്സപ്പ് അറിയിച്ച് മാറ്റി അവന്റെ ഫോട്ടോ അടിപ്പിച്ചു. എല്ലാ ബർത്ത്ഡേക്കും രാജാറാം ഇതുപോലെ അവൻ ക്ലിക്ക് ചെയ്തിട്ടുള്ള ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോസ് ഫ്രെയിം ചെയ്ത് കൊണ്ടുവരും. ഒരുപാട് പേര് വരച്ചിട്ടുള്ള ഒരു പിക്ചറാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പിക്ചർ ചൂസ് ചെയ്തത്. അശ്വിൻ രാജാറാം അവനാണ് കൈമാറുന്നതായിരിക്കും. ഇംഗ്ലീഷ് ആണ്. ഇവര് രണ്ടുപേരും എനിക്ക് ഇൻസ്പിറേഷൻ ആണ്. ബിക്കോസ് ഞാനും അമ്മയും എന്താ പറയാ from my day one ഞാൻ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് എൻ്റെ ഒരു ജേർണി ഞാൻ എന്താണോ that's just because of my mom. അല്ല because you know അമ്മയാണ്. A lot of love for her. Personally for me. ശരിയല്ലാന്ന് പറഞ്ഞാൽ മാത്രം ബാക്കി എല്ലാ കാര്യത്തിലും അവിടെ ഈവൻ സ്റ്റഡീസ് ആയാലും ഒന്നിനും നിർബന്ധമില്ല. നമ്മള് നിർബന്ധിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ അത് ശരിയാവില്ല. അവരുടെ വഴിക്ക് പോകണം. അപ്പൊ നമ്മൾ നിർബന്ധിച്ച് ഒരു കാര്യത്തിനെ ഏൽപ്പിച്ചാൽ അമ്മ ഞാൻ മാത്സിൽ വീക്കാണ്, എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു എഞ്ചിനീയറിംഗ് പഠിക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും CA ചെയ്യിപ്പിക്കണം. ഒരു മകനേ ഉള്ളൂ, 5 കൊല്ലം കഴിഞ്ഞിട്ട്. അപ്പൊ അതിന്റെ ഒരു ലാളനം ഉണ്ടായിരുന്നു. ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അവന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു ചെറുപ്പത്തില്. ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് വർക്കാണ്. അതിന്റെ കാര്യങ്ങളൊക്കെ ഇപ്പോഴറിയുള്ളൂ. അപ്പൊ ബേസിക്കലി എന്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്. പക്ഷെ നമുക്ക് ഈ സ്റ്റോറി ഒന്ന് കേൾക്കാം.
ചെറുപ്പത്തിൽ ഒരു ചെറിയ സ്റ്റോറി കൂടി ഉണ്ട്. അവരുടെ ബർത്ത്ഡേക്ക് ടോഫീസ് കൊണ്ടിട്ട് അതിന്റെ നല്ലൊരു ടോഫിയുടെ ബോക്സിന്റെ കവർ ശരത്തിന്റെ വീടിന്റെ മുകളിൽ അറിയില്ല. അപ്പൊ അങ്ങനെ അപ്പോ നമ്പേഴ്സ് ഒക്കെ മാറ്റി എഴുതും. 12 21 ആക്കി എഴുതും, 21 12 ആക്കി പറയും. 21 മാർക്ക് വാങ്ങിച്ചു കൊടുത്തിട്ട് അവരുടെ അമ്മ എനിക്ക് 12 കിട്ടിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ എനിക്ക് അറിയില്ല ഇതിന് ശരി കുറച്ച് കുട്ടിയെന്ന് വിചാരിച്ചത്. പിന്നെ നമ്മള് ഐ ഡിഫക്ട് എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ കാണിച്ച് ഒരുപാടായപ്പോഴാണ് ഐ ഹാൻഡ് കോർഡിനേഷൻ ഇല്ലാണ്ടാണ്, ലെഫ്റ്റ് ബ്രെയിൻ റൈറ്റ് വർക്കാണ്. നമ്മുടെ രാധാകൃഷ്ണൻ ഡോക്ടർ പറഞ്ഞിട്ട് കുറച്ച് ഇത് ഡിസ്ലെക്സിക് പറയും, നിങ്ങൾ ട്രീറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ ഞാൻ കുറെ നടന്നിട്ട് നമ്മുടെ മംഗള ശശികുമാറാണ് ഒരുപാട് കൗൺസിലിംഗ് അവിടെ ചെയ്തിട്ട് അവിടെ ഇരുന്ന് മറക്കാനേ പറ്റില്ല എനിക്ക്. ചെയ്തു. അവനെ സ്ഥിരം കൊടുക്കും, എല്ലാ സാറ്റർഡേ സൺഡേസും കൊടുക്കും. അങ്ങനെയാണ് അവൻ എന്റെ പുറത്ത് ഇങ്ങനെ ശരത്തും ഗീതമയും നടക്കുമ്പോ എനിക്ക് ഞങ്ങളെ ഓർമ്മ വരും. അങ്ങനെ ഒരു കാലം നടന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും നമ്മളത് ഒരു പ്രായം വന്നാൽ നമ്മള് അത് ഇങ്ങനെ ഒരു മാരേജ് പൊസിഷനൊക്കെ നമ്മൾ പിടിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. പിന്നെ പറഞ്ഞ കുട്ടി നമ്മുടെ അടുത്ത് വഴക്കല്ലേ. അപ്പോ നല്ലൊരു പെൺകുട്ടിയാണല്ലേ അതന്നെ പറയുന്നത്. സ്വപ്നം മുതൽ പോലും ഇവരുടെ ലൈഫ് ഇങ്ങനെ ഒന്ന് ചേഞ്ച് ആവാൻ വിചാരിച്ചില്ല. സത്യമാണത്. അപ്പോ ഇത് എന്നിട്ട് ഇത് ശരിയാക്കാൻ ഒരുപാട് ഞാൻ നടന്നിട്ടുണ്ട്. ഇവരുടെ ചെറുപ്പത്തിൽ എല്ലാം ബൈഹാർട്ട് ചെയ്ത് ബുക്ക് വായിക്കാൻ പറ്റില്ല എന്ന് ഒക്കെ ബൈഹാർട്ട്. ഞാൻ വായിക്കും, അവൻ ബൈഹാർട്ട് ചെയ്യും. അങ്ങനെ കപ്പാസിറ്റിയാ. അങ്ങനെ എക്സാം എഴുതി വരും. അതായാലും ബുക്കിന് റീഡിങ് ഹാബിറ്റ് ഇല്ലാണ്ടായി. കുറെ ഇങ്ങനത്തെ സ്കൂൾസ് ഉണ്ടെന്ന് പറഞ്ഞു. കുറെ ചെന്നൈയും തമിഴ്നാട്ടിലെ ഒരുപാട് സ്കൂൾസിന് ഞങ്ങൾ രണ്ടുപേരും പോയി. അപ്പോഴും ഞാനും അച്ഛൻ ടൂറില്ല, ഞാനും ഇവരും തന്നെ കൊണ്ടു നടന്നിട്ടുണ്ട്. അപ്പൊ അവിടുത്തെ ഓരോരോ കുട്ടികളുടെ ഓരോ ആക്ടിവിറ്റി കണ്ടിട്ട് ഒരുപാട് മനസ്സുകൊണ്ട് കറന്നിട്ടുണ്ട് ഞാൻ. നമ്മൾ എന്ത് ചെയ്യും ഭാവിയില്ല എന്ന്. അവസാനം കൊണ്ടുവന്നിട്ട് അപ്പൊ ഡോക്ടർ പറഞ്ഞു CBSE സ്റ്റേറ്റ് ബോർഡിലേക്ക് മാറ്റുന്നു. മെട്രിക്കലെ മാറ്റി, അവൻ ശരിയായി. അത് കഴിഞ്ഞ് കുഴപ്പമില്ല. അപ്പോഴും 10th നാഷണൽ വെച്ചു എഴുതി. പിന്നെയാണ് സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ചേർത്തത്. അവിടെ നിന്ന് കിട്ടിയ ഒരു ഡ്രാസ്റ്റിക് ഒരു ഇംപ്രൂവ്മെന്റ് കിട്ടിയത്. അപ്പോൾ നമ്മളായിട്ടൊരു ഡിസിഷൻ എടുത്തു. അവിടെ കുറച്ച് സെപ്പറേറ്റ് ചെയ്യാം, ഒരു ഏജ് വന്നാൽ നമ്മൾ അത് ചെയ്യണം. അത് ചെയ്തു. അപ്പോഴും അത് ചെയ്തില്ല. എല്ലാ മാസവും കൂടും. ഈ മാസം പോയിട്ട് എല്ലാ മാസം എങ്ങനെയാ വരാന്നറിയോ? പോകുമ്പോ ഇവിടുന്ന് എന്നെ കാണാനായിട്ട് എല്ലാ മാസം ഒരു സെക്കൻഡ് സൺഡേ പാരന്റ്സ് മീറ്റ് അവിടെ. അപ്പൊ എല്ലാ സൺഡേയും രാവിലെ 3 മണിക്ക് ബാംഗ്ലൂർ സ്റ്റേഷനിൽ ഇറങ്ങും. എനിക്ക് കാലിന് കുറച്ച് ഓട്ടം ഉണ്ടെന്നേ ഉള്ളൂ, പേടിയില്ല. 3 മണിക്ക് ഈ എന്താ ഒരു ട്രെയിൻ ഉണ്ട്, സ്പെഷ്യൽ ട്രെയിൻ. അത് വെളിച്ചം 3 മണിക്ക് അവിടെ എത്തുള്ളൂ. അവിടെ എത്തിയിട്ട് അവിടെ ഇരിക്കും, ഫ്രഷപ്പ് ഒക്കെ ആയിട്ട് എല്ലാം ചെയ്യും. ആ സബ്വേ കൂടി നടക്കും. ആ രാത്രിയില്ല സബ്വേ ബസ് സ്റ്റാൻഡിലിരിക്കും, എന്നിട്ട് പോകും. ഞാൻ അത്ലറ്റാണ്, എനിക്ക് അതിനോട് പേടിയൊന്നുമില്ല. പിടിച്ചടിക്കാൻ അന്ന് ധൈര്യം ഉണ്ടായിരുന്നല്ലോ, എനർജി ഇല്ല. അത് കഴിഞ്ഞ് ഞാൻ പോയി കണ്ടുവരും. പക്ഷെ അച്ഛൻ പോവില്ല, ഇവരെ കൊണ്ടുവരാൻ മാത്രം അച്ഛൻ പോവുള്ളൂ. മോൻ വീട്ടിലേക്ക് വരുന്നല്ലോ. അവിടെ 4 മണിയാണ് ഡോർ ക്ലോസ് ചെയ്യും. ആ സീന് പറ്റില്ല അച്ഛന്. അത് ഞാൻ സഹിക്കും. അപ്പൊ എല്ലാ മാസവും പോകും. ഈ മാസം വന്ന് അടുത്ത മാസം ബുക്ക് ചെയ്യും. അങ്ങനെ അപ്പൊ അങ്ങനെ അവരെ കുറച്ച് സെപ്പറേറ്റ് ആക്കി. പിന്നെ അവർക്ക് കുറച്ച് ഇൻഡിപെൻഡന്റ് ആയി ചെയ്തു. നിനക്ക് ഇത് +2 കംപ്ലീറ്റ് ചെയ്തു, നിനക്ക് എന്ത് ഇഷ്ടം വെച്ചാൽ അത് ചെയ്യും. അവന് BCA ചെയ്തു. അതിന്റെ സെഷൻ നിർബന്ധിച്ചില്ല. എന്റെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നു, പറയണം MCA ചെയ്യുന്നു. അതിന് മാത്സ് ഉണ്ട്, നിങ്ങൾക്ക് അറിയാലോ ഞാൻ മാത്സിൽ ഇരിക്കണം. എന്തിനാ അമ്മ? വേണ്ട, അവനെ എന്താ ഇഷ്ടം അത് ചെയ്യട്ടെ. എല്ലാത്തിലും ഓരോരോ ഇംപ്രൂവ്മെന്റ് ദൈവം കണ്ടിട്ടുണ്ടാവും. ഓരോരുത്തരുടെ ഫ്യൂച്ചർ ഓരോന്ന് വെച്ചിട്ടുണ്ടാവും. ശരി, നിനക്ക് എന്ത് ഇഷ്ടം വെച്ചാൽ അത്.
എല്ലാവരും കലണ്ടറും ചില്ലറ കലണ്ടറല്ല ഒക്കെ വെറൈറ്റി പിക്ചേഴ്സുള്ള കലണ്ടറാണ് പുള്ളിയുടെ. ഓരോരുത്തരും ആ കലണ്ടർ ആകെ ലിമിറ്റഡ് നമ്പേഴ്സ് അടിക്കുള്ളൂ. അതിന് വേണ്ടി എന്റെ അടുത്ത് വിളിക്കേണ്ട ഒരു കലണ്ടർ ഞാൻ ഇരിക്കേണ്ട പറഞ്ഞതൊന്നുമില്ല. ഞാൻ എവിടെ ആയിക്കോട്ടെ. സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്യണം പറഞ്ഞു, ചെയ്തോളൂ. സൗണ്ട് എഞ്ചിനീയറിംഗ് ചെയ്തു. ഒന്നും ഞാൻ നോ ചെയ്ത് പറഞ്ഞിട്ടില്ല. അപ്പോ എല്ലാ ദൈവാനുഗ്രഹം വിചാരിച്ച് അങ്ങനെ പോണു. എന്തായാലും വളരെ സന്തോഷം. ഞാൻ നോക്കാറുണ്ട്, ചിലത് കമന്റ് അടിക്കാറുണ്ട്. ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ചെയ്തു തന്നതിന് വളരെ നന്ദിയുണ്ട്. ഇവരെ കാണാൻ വരുന്നത് ചിരിച്ച മുഖങ്ങളെ എനിക്ക് നമ്മൾ ഒന്നല്ല നമ്മുടെ ജീവിതം. ഇവരെ കാണാനാണ്. അതെ. അപ്പൊ അതില് ഞാൻ ഇങ്ങനെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ. സർപ്രൈസ് ഞാൻ തോന്നിക്കില്ല. അശ്വിൻ അല്ലേ, താങ്ക്സ് ടു യു ഓൾസോ. അപ്പൊ പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും അന്ന് ഹോട്ടലിലെ ഇത് സൂം മീറ്റിംഗ് നടന്നപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാറുണ്ട്. എന്താ പറയണ്ടത്, എന്താ പ്രിപ്പയർ ചെയ്തൊന്നും അറിയില്ല. പല സാപ്പാട്ട് കാര്യം ചോദിച്ചാൽ പറയും. ഇതാണ് അത് പറഞ്ഞു. ഇത് മനസ്സിൽ നിറഞ്ഞു, വയറ് നിറഞ്ഞു. അവരോട് കുട്ടികളെ ഇത് എന്നും കിട്ടില്ലല്ലോ. ഈ രണ്ടുപേരുടെ സന്തോഷം എന്നും കിട്ടോ? ഇല്ല. ഇത് എന്നും എപ്പോഴെങ്കിലും ഇത് എന്നും കിട്ടില്ല. അതില് എന്ത് പറഞ്ഞാലും എല്ലാവരും വളരെ ഏറ്റവും ആദ്യം വന്നാൽ എല്ലാവർക്കും നമസ്കാരം. എന്റെ പേര് ഹരിതാനാണ്. ഞാൻ കേരളശ്ശേരി AUP സ്കൂളിലെ ടീച്ചറാണ്. കേരളശ്ശേരി AUP സ്കൂളിലെ 2ാം ക്ലാസ്സിലെ ടീച്ചറാണ്. എന്റെ സ്കൂളിൽ നിങ്ങൾക്ക് ശ്രീഹരിയുടെ എനിക്ക് കൂടുതലായിട്ട് അറിയാം. ടോപ്പ് സിംഗറിലെ ശ്രീഹരി. പക്ഷെ ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ. ഈ വർഷം ജോയിൻ ചെയ്തിരുന്നു. അപ്പൊ നവംബർ ഫസ്റ്റ് ഇയർ തുറക്കുമ്പോൾ ഞാൻ അതിനും കൂടി എക്സൈറ്റ്മെന്റിലാണ് അവരെ കാണാൻ പറ്റുന്നത്. അപ്പൊ എനിക്ക് പ്രോഗ്രാമിൽ വരാൻ എല്ലാവരും ഇപ്പോൾ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ എനിക്ക് ഈ ആഗ്രഹം ഇന്നലെ ഏറ്റവും കൂടുതൽ ചേട്ടൻ വിളിച്ചിട്ടുണ്ടാവുക ഞാനായിരിക്കും. എന്റെ റിസൾട്ട് പറയാൻ, ഞാൻ ടെസ്റ്റ് പോവാന്ന് പറയാൻ. എനിക്കറിയില്ല, ഏറ്റവും എനിക്ക് ഒരു പരിചയമില്ല. പക്ഷെ ഞാൻ വിളിച്ചു പറയുന്നത് ഏട്ടാ ഞാനാണ്, എന്റെ റിസൾട്ട് വന്നതൊക്കെ പറയുന്നത്. ഈ തിരക്കുണ്ടാവുന്നൊന്നും ഞാൻ ആലോചിക്കുന്നില്ല. എനിക്ക് ഇന്നത്തെ പ്രോഗ്രാമിൽ വരണം, അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുപോലെ ചേട്ടനെ ഗീതാവിനെ എനിക്ക് കാണണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഇതെന്റെ അമ്മയാണ്. അമ്മയുടെ പേര് പുഷ്പ എന്നാണ്. ഞാനും അമ്മയും മാത്രമേ വീട്ടിലുള്ളൂ. ജൂൺ 19-നായിരുന്നു അച്ഛൻ മരിച്ചത്. അപ്പൊ എനിക്ക് അച്ഛനും അമ്മയും കൊണ്ട് യാത്ര പോകണമെന്നായിരുന്നു ആഗ്രഹം. അപ്പൊ ഇനിയുള്ള എന്റെ കൂടെയുള്ള അമ്മയാണ്. അപ്പൊ ഞാൻ അമ്മയെ കൊണ്ട് യാത്ര പോകാന്നല്ല, ഞാൻ എവിടെ പോകുന്നു അവിടെ എന്റെ കൂടെ അമ്മ ഉണ്ടായിരിക്കും. ചേട്ടനും അങ്ങനെയാണ്. ചെറിയൊരു ഷോപ്പില് ഇതിന് പോവാണെങ്കിൽ പോലും അമ്മ ഉണ്ടാവും കൂടെ. അതുകൊണ്ട് തന്നെ എനിക്ക് യാത്രയെക്കാളും അതാണ് എന്നെ ഇൻസ്പയർ ചെയ്തത്. പിന്നെ എനിക്ക് ദിഗി ചേട്ടന്റെയും കിരൺ ചേട്ടന്റെയും അമ്മമാരുടെ പേരൊന്നും അറിയണോ? എന്റെ പേര് സജിത. അമ്മയുടെ പേരോ? ഞാനും അമ്മയും ഇതുവരെ യാത്രയൊന്നും പോയിട്ടില്ല. ഇനിയും പോണം ആഗ്രഹമുണ്ട്. ചെറിയ യാത്രകൾ കുഞ്ഞി പാലക്കാട് അങ്ങനത്തെ അല്ലാതെ നേരെ ഹിമാലയം ഹിമാലയം പോണം, രാജസ്ഥാൻ പോണം. അങ്ങനെയല്ല, കുറച്ച് ഇതാണല്ലോ മഞ്ഞ് കാണാനുള്ള ആഗ്രഹിക്കും. തണുപ്പിൽ പോയാൽ നമുക്ക് തന്നെ ഇഷ്ടപ്പെടും. എനിക്ക് തണുപ്പ് അത് ഈ പാലക്കാട് ചൂട് കൂടുതലായിട്ടാണോ? ആണോ? ആദ്യമായിട്ട് നമ്മളൊക്കെ വെയിലിരുന്ന് ഇങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അതെ 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 അതെ. പക്ഷെ എന്തായാലും ലൈഫിൽ എപ്പോഴെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമല്ല നാട്ടിൽ. അത് ഒരിക്കലും മിസ് ചെയ്യരുത്. എല്ലാവരും ആഗ്രഹമായിട്ട് പറയുമ്പോ
എനിക്കറിയാം രാജസ്ഥാൻ പോലെയുള്ള അവിടുത്തെ സ്ത്രീകളിരുന്ന് ആ, അത് കാണണമെന്നാണ് എന്റെ ആഗ്രഹം. പിന്നെ അതുപോലെ മേഘാലയ പോകണമെന്നാണ് വേറൊരു ആഗ്രഹമുള്ളത്. പിന്നെ അമ്മയുടെ ആഗ്രഹം എനിക്കറിയില്ല. എന്റെ ഇപ്പോഴത്തെ സാലറി വെച്ച് എപ്പോ നടത്തുന്നു എനിക്കറിയാം. എന്നാലും ഒരു ബെഞ്ച് മാർക്ക് ഉണ്ടാവില്ലേ നമ്മള്? എനിക്ക് 2023 പോകണം അല്ലെങ്കിൽ 24 പോകണം. അങ്ങനെ ഞാനെന്തറിയോ, ഞാൻ 2014 കൈലാസ് മാൻസറോവർ പോയ അന്നാണ് ഞാൻ മനസ്സിലാലോചിച്ചത് ഞാൻ എന്റെ അമ്മയെ കൊണ്ട് പോയിരിക്കും. പക്ഷെ അത് നടന്നത് അല്ല, 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് നടന്നത്. അപ്പൊ മനസ്സിലായോ, നമുക്ക് എല്ലാവർക്കും പറഞ്ഞ കാര്യമില്ല. അത് ഒരുപാട് വർഷം, 4 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഞാൻ അമ്മയെ. അപ്പൊ എന്റെ ആഗ്രഹം 2014 അമ്മയെ ഒന്ന് കാണിക്കണം, അല്ലെങ്കിൽ അമ്മ ജീവിതത്തിൽ കാണില്ല എന്ന് വിചാരിച്ചിരുന്ന ഒരു സംഗതിയാണ് കൈലാസ് മാൻസറോവർ. അപ്പൊ അത് കൊണ്ടുപോകണം, അത് ഞാൻ കൊണ്ടുപോയിരിക്കും എന്ന് അത് ഡെഫിനറ്റ്ലി അന്ന് ഞാൻ ആലോചിക്കും അടുത്ത കൊല്ലം പോവാം അല്ലെങ്കിൽ അതിന്റെ അടുത്ത കൊല്ലം പോവാം. പക്ഷെ ആ ബെഞ്ച് മാർക്ക് വേണം, നമുക്ക് എപ്പോഴും ഒരു വിഷൻ വേണം. നമ്മൾ പറയില്ലേ, ഓക്കെ ഇതിന്റെ ഉള്ളിൽ ഞാൻ പോയിരിക്കും, അതിനുവേണ്ടി നമ്മൾ സേവ് ചെയ്യണം, അതിനുവേണ്ടി നമ്മൾ എക്സ്പെൻസ് കുറയ്ക്കണം, എഗെയിൻ സേവ് ചെയ്യണം, അതിനെ കുറിച്ച് പഠിക്കണം. അവിടെ കണ്ടാൽ ഇതൊന്നും ഞാൻ ചെയ്യാത്തതാണെന്ന് പറഞ്ഞത്, അവിടെ ചെന്നാൽ എന്തൊക്കെ കാണണം. അപ്പൊ അങ്ങനെ ഒരു നമുക്കൊരു ഡിസയർ ഉണ്ടാവുക. ആ ഡിസയറിനെ ഫോളോ ചെയ്ത് പോകുമ്പോ അത് ഓട്ടോമാറ്റിക്കലി നടക്കുന്ന അതൊരു വലിയ ആള് പറഞ്ഞില്ലേ. അപ്പൊ അങ്ങനെ നമ്മുടെ മനസ്സിൽ ആ ഒരു ഡിസയറിനെ ബിൽഡ് ചെയ്യണം. എനിക്ക് പോകണം, എനിക്കത് കാണണം, എനിക്ക് എന്റെ അമ്മയും കൊണ്ട് രാജസ്ഥാനിൽ പോകണം, ഗ്രാമങ്ങളിലൂടെ നടക്കണം. അപ്പൊ നമ്മള് ബേസിക്കലി നമ്മൾ എന്താ പറയാ, ഒരു നടക്കാത്ത കാര്യത്തെ നടത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഉള്ളിൽ തന്നെ കോൺസ്പയർ ചെയ്യുന്ന ഒരു ചെറിയൊരു ടെക്നിക്കാണ് മൈൻഡ് വർക്ക്. എനിക്ക് 4 കൊല്ലം കഴിഞ്ഞിട്ട് വർക്ക് ചെയ്തു, ഡെഫിനറ്റ്ലി വർക്ക് ചെയ്യും. അപ്പൊ ക്ലാസ്സിൽ എന്ത് ചെയ്യാം? പിന്നെ അതുപോലെ എനിക്ക് എന്റെ അമ്മേനെ ഫ്ലൈറ്റിൽ കയറ്റണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം. അപ്പൊ അതാണ് പെട്ടെന്ന് നടത്തേണ്ട ഒരു കാര്യമായിട്ട് അല്ലെങ്കിൽ വേറെ അടിപൊളി ഐഡിയുണ്ട്. ഹെലികോപ്റ്റർ ഉണ്ട് ചാലക്കുടിയിൽ, 3900 രൂപയ്ക്ക് അതിരപ്പള്ളി വരെ ചുറ്റിക്കറക്കി കംപ്ലീറ്റ് അപ്പൊ അങ്ങനെയുണ്ട്. അപ്പൊ ആ ഒരു ഹെലികോപ്റ്ററിന്റെ ഒരു വ്യത്യാസമാണ്. ഫ്ലൈറ്റ് ഒബിയസ്ലി വേറെ ടൈപ്പാണ്. പക്ഷെ നമുക്ക് നമ്മുടെ തൃശ്ശൂരിന്റെ മുകളിൽ അതിരപ്പള്ളി ആ റൂട്ടിൽ കൂടെ ജസ്റ്റ് 10 മിനിറ്റോ 6 മിനിറ്റോ കൂടെ പോകും. പക്ഷെ അതൊരു ജോയ് റൈഡ് എന്നാണ് റൈഡിന്റെ തന്നെ പേര്. ആരാ നടത്താന്ന് അറിയില്ല, പക്ഷെ അതിന് വേണ്ടി കണ്ടുപിടിക്കണം, അത് കണ്ടുപിടിക്കണം. അപ്പൊ ഫ്ലൈറ്റിൽ കേൾക്കണം. എനിക്ക് അമ്മയുടെ സ്നേഹം ഇഷ്ടമാണ്, അമ്മയോടുള്ള മകന്റെ സ്നേഹം ഇഷ്ടമാണ്, എനിക്ക് രാമചന്ദ്രൻ സാറിന്റെ എഴുത്തിന് ഇഷ്ടമാണ്. എന്റെ പേര് ആതിര, എന്റെ വല്യമ്മയാണ്. ഞാൻ ലിഫ്റ്റ് പഠിക്കുന്നത് ചെന്നൈയിൽ ആക്സോ ഡിസൈൻ. പിന്നെ ഹാപ്പർ ഞാൻ ആക്ച്വലി തുടങ്ങിയത് മാസങ്ങൾക്ക് മുമ്പാണ്. അതിന്റെ ഡിഫറൻസ് ഒന്നുമില്ല. അപ്പൊ അതിന് മുമ്പ് ഞാൻ പെയിന്റിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്യായിരുന്നു. പക്ഷെ അതത്രയ്ക്ക് അവിടെ പോയില്ല. ഉണ്ട്. പക്ഷെ ഇത് ചെയ്യുമ്പോൾ ഒരു ഭയങ്കര സന്തോഷമാണ്. അതെല്ലാം കൂടി ഇങ്ങനെ ക്രാഫ്റ്റ് ചെയ്ത് എല്ലാം ബൈ ഹാൻഡ് ചെയ്യുമ്പോൾ ദിവസങ്ങളോളാണ് എനിക്ക് അത് ചെയ്തത്. എനിക്ക് ഇഷ്ടമാണ്. ഞങ്ങള് ഞാൻ വിജയ് അശ്വതേട്ടൻ പിന്നെ വേറെ പ്രസിഡന്റ് ഗോവിന്ദ് ഞങ്ങളെല്ലാവരും രാത്രി ഇരുന്ന് ഇങ്ങനെ ചെയ്യൽ തന്നെയാണ്. 3 സൈഡ് ഓട്ടോ സാധനം പോരാട്ടം എല്ലാവരും കൂടി അത് ചെയ്തതിൽ ഇപ്പൊ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരുപാട്. എന്റെ ആദ്യത്തെ വെൽത്ത് ഓർഡറാണ്. അപ്പോ ഒരു ഞാനെല്ലാം ബേസിക്കലി യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ പുതിയ സ്റ്റാർട്ടപ്സിനെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. കാരണം ബാക്കിയുള്ളവർക്കൊക്കെ നമുക്ക് എന്തും അവർക്കൊക്കെ ഒരുപാട് ഓർഡേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള പശുവിനായ സ്റ്റാർട്ടപ്പാണ്. അതിലായാലും ഒരു ഫസ്റ്റ് ആണ്. നമുക്ക് അതിന്റെ ഒരു സന്തോഷം അതിനാണ് ഭംഗി. അല്ലാതെ കുറെ ഇത് സ്ഥിരം ചെയ്യുന്ന ആൾക്കാരോട് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞ ഒരുപാട് പേരുണ്ടാവും കൊണ്ടുവയ്ക്കാൻ. പക്ഷെ ഇങ്ങനെ ചെയ്യുന്ന സ്റ്റാർട്ടപ്സ് അല്ലെങ്കിൽ യങ്സ്റ്റേഴ്സ് കേറി വരണം, എല്ലായിടത്തും വരണം. ഒന്നാമത് എന്റെ കോളേജിന്റെ അസൈൻമെന്റ്സ് രണ്ടും കൂടിയിട്ട്
ഹായ്, എൻ്റെ പേര് ഷാരിമ, സിസ്റ്ററാണ് ഷീരിമ, എൻ്റെ അമ്മ ബിജി. അപ്പൊ ഞാൻ ഐശ്വര്യപ്പോ തേർഡ് ഇയർ പഠിക്കുന്നു, പൂനെയിലാണ്. അപ്പൊ കോവിഡ് ആയിട്ട് ഒരു 1.5 വർഷമായിട്ട് വിമല കോളേജിലല്ല, അവിടെ ഹോസ്റ്റലിൽ ഹോസ്റ്റലിൽ നിന്നില്ല. അപ്പൊ എനിക്ക് എന്താ പറയാ, എനിക്ക് ഇത് രണ്ടുപേരെ സ്റ്റോറി കേട്ടിട്ട് ഇൻസ്പയർ ആയി പറഞ്ഞാൽ ഞാൻ മാറി ഇൻസ്പയർ. എന്താ നമ്മളൊന്നും ലൈഫിൽ ഒന്നും ചെയ്തിട്ടില്ല, മനസ്സിലായി വെറുതെ ജീവിച്ചോണ്ടിരിക്കും. ഇനി എന്തെങ്കിലുമൊക്കെ ചെയ്യണം തോന്നാ, ഭയങ്കര ഇൻസ്പയർ അത് പറയാനിക്കുക അത്ര ഇൻസ്പയർ. പിന്നെ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ കാണുന്നുണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ എല്ലാം കാണുന്നുണ്ട്, അതൊന്നും കാണില്ല. ഇതിന്റെ മുമ്പിൽ അതിനൊന്നും വാല്യൂ ഇല്ല. ഇതിന്റെ മുമ്പിൽ അല്ലെങ്കിൽ ഞാൻ കുറച്ച് പിടിച്ചിരുന്നു എന്താ ഭയങ്കര സന്തോഷമുള്ള ഇങ്ങനെ ഞാൻ ഇങ്ങനെ പ്രതീക്ഷിച്ചോണ്ടിരിക്കും. എന്റെ ബ്രദറാണ്, അപ്പൊ തകർത്തു. പിന്നെന്താ കോവിഡ് വന്നപ്പോ സന്തോഷം കുറച്ച് പേരില്, സന്തോഷം വെച്ചാൽ നമുക്ക് കോവിഡ് വന്നു കേട്ടോ, കുഴപ്പമൊന്നും ഉണ്ടായില്ല, കുഴപ്പമില്ലാണ്ട് പോയി. നല്ല സന്തോഷം കുറച്ച് പേർക്ക് കൂടുതൽ സന്തോഷം അമ്മയാണ്. കാരണം ഞാൻ പൂനെ പഠിക്കാൻ പോയപ്പോ ഭയങ്കര വിഷമമായിരുന്നു, ഇപ്പോഴത്തൊന്നും കാണാൻ പറ്റില്ല. ഒരു 5 ഇയർ കോഴ്സിന് ചേർന്ന് BSMSC. അപ്പൊ ഒരു വീട്ടിലേക്ക് വരൂല എന്നൊക്കെ പഠിച്ചു, ഒരു 2 മാസം കൂടി പോയ വീട്ടിൽ കിട്ടും. പക്ഷെ പെട്ടെന്ന് കോവിഡ് വന്നു, ഞാൻ പിന്നെ പോകുന്നില്ല, 1.5 വർഷത്തേക്ക് വിളിക്കും. തിരിച്ച് പോവാൻ പറയുന്നത് എനിക്ക് പേടി, അത്ര നടക്കും. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം, കിട്ടിയില്ല, എത്ര നാൾ ഒരുമിച്ച് കിട്ടിയില്ല. പിന്നെ ട്രിപ്സിന്റെ കാര്യങ്ങൾ നമ്മളെല്ലാവരും ഒരുമിച്ച് പോലെ, അമ്മേനെ കൊണ്ട് സ്പെസിഫിക് ആയിട്ട് അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. പക്ഷെ ഈ ഫ്യൂച്ചറിൽ എന്തായാലും പോവാൻ പറ്റും, എന്തായാലും ഒരാളും പോവും, നമ്മളൊക്കെ എന്തായാലും എന്തായാലും ഒരാളും പോവും, ഒരാളും പോകണം. നിങ്ങൾ അതും നിങ്ങൾ ഇൻസ്പയർ ചെയ്യുന്ന ലൈക്ക് മൊത്തത്തിൽ അടിപൊളി വൈകാൻ ഇത് എനിക്ക് ഞാൻ മറക്കില്ലേ ദിവസം, ലൈക്ക് അടിപൊളി. ഐ എം സോ ഹാപ്പി. താങ്ക് യു. പക്ഷേ ഞാൻ എന്റെ ഇൻഫെക്ഷന്റെ കാര്യം ആലോചിച്ചു. അങ്ങനെ 3 ദിവസം മുന്നോട്ട് കടപ്പാണ് ഭയങ്കര പുള്ളിയുടെ പിന്നത്തെ ഈ കഥയായിട്ട് ഞാൻ ബോൺ റേസ് ദോഹയാണ്, ഖത്തറിലെ. അപ്പോൾ അമ്മയച്ഛനൊക്കെ അവിടെ തന്നെയാണ്, ഇവിടെ മെമ്പറുടെ കൂടെ വന്നിരിക്കുന്നു. അപ്പോൾ ഇവിടെ വന്നെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ വണ്ടി കയറിയിരുന്ന അപ്പോൾ കാണാറുണ്ട് വീഡിയോസൊക്കെ. ഞാൻ അമ്മയായിട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട് ദോഹയിൽ. ഈ പറഞ്ഞ പോലെ എല്ലായിടത്തേക്കും 1 മണിക്കൂറുള്ളൂ, അത്ര ചെറിയ സ്ഥലമാണ്. അപ്പൊ വലിയ ലോങ് ട്രാവൽ ഒന്നും പറ്റില്ല, ഞങ്ങളുടെ ഉള്ളിൽ തന്നെ. ഭക്ഷണം കഴിക്കാനൊക്കെ രാത്രി 3 മണിക്കൊക്കെ പുലർച്ചെ അമ്മ ഷവർമ കഴിക്കണമെന്നിട്ട് ഭയങ്കര കുട്ടിയാണ്. അപ്പൊ അങ്ങനെ പോകുന്നതല്ലാണ്ട് പിന്നെ ട്രാവൽ ചെയ്യുന്നു. പക്ഷെ ഇവിടെ അച്ഛനും ചാക്കും കൂടി ഉണ്ടാവും. അപ്പൊ അമ്മയും ഞാൻ മാത്രമേ ട്രാവൽ ഉണ്ടാവില്ല, അച്ഛനും ചാക്കും എല്ലാവരും ഉള്ളപ്പോൾ അങ്ങനെ വെരി നൈസ് മീറ്റിംഗ് എല്ലാവരും ഭയങ്കര സന്തോഷം. എന്റെ പേര് ശ്രീവാസ്. ശരത്തിനെയും ഗീതാമണിയും ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ കാണാറുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ കാണുമ്പോൾ എന്തൊരു ഭാഗ്യമുള്ള അമ്മയാണ്, എന്തൊരു ഭാഗ്യമുള്ള അമ്മ. നമുക്കും ഭയങ്കര ആഗ്രഹം ഇങ്ങനെ ഇന്ത്യയിൽ ട്രാവൽ ചെയ്യണം, പ്രത്യേകിച്ച് കൈലാസത്തിൽ പോകണമെന്നൊക്കെ. അപ്പൊ ഇതൊക്കെ അങ്ങനത്തെ ഫോട്ടോകളൊക്കെ കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അത് വായിക്കാറുണ്ട്, കാണാറുണ്ട്. അപ്പൊ ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളുടെ ഓരോ പ്രോഗ്രാംസ്. അപ്പൊ ഈ ഇൻസ്റ്റാഗ്രാമിൽ കാണും ചെയ്തു ഭയങ്കര ഒരു ത്രില്ലായിരുന്നു ഞാൻ വരിക ഇതിലൊക്കെ പോവാൻ പറ്റുന്ന അങ്ങനെ ഇടയ്ക്ക് പറയും, കണ്ട അഭിമാനി കണ്ട കണ്ട മാസൊക്കെ തന്നെ വിളിക്കവനെ. അവൻ 2ാമത്തെ മകനാണ്, 3ത് മകളാണ്. അപ്പൊ ഇടയ്ക്ക് എനിക്ക് പറഞ്ഞിങ്ങനെ അവരുടെ അടുത്ത് നല്ല വീഡിയോസ് കാണാം, എന്താന്ന് പറഞ്ഞിട്ട് കാണും. പക്ഷെ മൂക്കൊരു കുരുക്കലാണ് ഇരിക്കുന്ന ഇടയ്ക്ക്. പിന്നെ 2 ബ്യൂട്ടിഫുൾ അമ്മമാര് മക്കളെ കണ്ടു. അതില് ഭയങ്കര ഇവിടെ വന്നിട്ടാണ് നമ്മള് ഈ പറഞ്ഞ നമ്മളൊന്നും ഇല്ലാന്ന് തോന്നുന്ന നിമിഷങ്ങളാണ്. സജിത എന്റെ കൂടെ പഠിച്ചതാണ് ക്ലാസ്സിലേക്ക്. പക്ഷെ ടീച്ചേഴ്സും കാരണം ഞാൻ സജിതയെ പരിചയപ്പെട്ടത് പിന്നെ അവരുടെ വഴിക്ക്
മോനെ പാട്ട് ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കണേ. ഏഷ്യാനെറ്റിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അന്ന് കേട്ടിരുന്നു. പിന്നെ ഇന്നാണ് കണ്ടത്. അപ്പൊ മോന് എന്റെ മോളൊരു പ്രാവശ്യം അവൻ കണ്ടിട്ടുള്ളൂ എന്ന് പറയുന്നത്. പക്ഷെ മോളെ കുറിച്ച് ഇപ്പോഴും എന്തൊരു ഭയങ്കര അന്വേഷണങ്ങളും ഇതും. അതുപോലെ നിഖില് പറഞ്ഞൊരു കാര്യം, ബൈക്ക് ഓടിക്കുമ്പോ പിള്ളേർ ശ്രദ്ധിക്കേണ്ടത്. അത് ഭയങ്കര ഒരു വലിയ കാര്യം. ഞാൻ എപ്പോഴും എന്നോട് പറയും, ബൈക്ക് എടുത്ത് പോകുമ്പോ വീട്ടില് കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെന്ന് എപ്പോഴും ആലോചന. അതാണ് വീട്ടിന്റെ സന്തോഷം ചിരി കാണുമ്പോ പിന്നെ അതിന് മുന്നിൽ നമ്മള് ഒന്നും പറയാനില്ല. ഭയങ്കര എനിക്ക് കൂടുതൽ. അപ്പൊ വളരെ സന്തോഷം ഇങ്ങനെ ഒരു ഇത് തന്നതിന്. അശ്വിനെ പ്രത്യേകം താങ്ക്സ് പറയുന്നു. എന്ത് തകർന്നു തന്നെ തോന്നുന്നത്. യാതൊരു സംശയമില്ല. അപ്പൊ ഞാനത് മോള് പറഞ്ഞ പോലെ പിന്നെ ശീതിമ ഇവരൊക്കെ എല്ലാവരോടും പറഞ്ഞ പോലെ ഒരു ഭയങ്കര ഒരു വൈദ്യുതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോ അപ്പൊ പറയാതിരിക്കാൻ പറ്റില്ല. താങ്ക്സ് ഞങ്ങൾ ഷൊർണൂരിലാണ് വരുന്നത്. എനിക്കൊരു 2 വർഷമൊക്കെ ആയിട്ടാണ് നിങ്ങളെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടിട്ടാണ് അറിയാം. എപ്പോഴും സ്റ്റോറീസ് ഒക്കെ കാണും. എൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് നല്ല ഇൻസ്റ്റാഗ്രാമിലാണ് നോക്കി നോക്കുന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയാണ് തുടങ്ങിയത്. പിന്നെ ഡെയിലി നോക്കാറുണ്ടെങ്കിൽ എപ്പോഴും നോക്കാറുണ്ട്, അധികം നോക്കും. രണ്ടുപേരും ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ്. എപ്പോഴെങ്കിലും എവിടെന്നെങ്കിലും ഒക്കെ ഒന്ന് കാണണം, മീറ്റ് ചെയ്യണം, സംസാരിക്കണം എന്നൊക്കെ എപ്പോഴും വിചാരിക്കും. അതുപോലെ ഞങ്ങൾ മീറ്റപ്പ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതേപോലെ വിചാരിച്ചില്ല, അങ്ങനെ വരാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷെ ഒരുപാട് സന്തോഷമായി. പിന്നെ അമ്മയെ കൂട്ടി വരാൻ പറ്റുന്നത് നല്ല സന്തോഷമായി. അമ്മ ഇൻസ്റ്റാഗ്രാമിൽ യൂസ് ചെയ്യില്ല, എനിക്കറിയില്ല, അങ്ങനെ ഉപയോഗിക്കാറില്ല. പക്ഷെ ഞാൻ നിങ്ങളെ പറ്റി നന്നായിട്ട് പറഞ്ഞു കൊടുക്കാറുണ്ട്. എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യായിരിക്കും. അപ്പൊ അതിന്റെ ഇടയിലൊക്കെ വിളിച്ച് കണ്ടില്ല, നമുക്ക് ഇങ്ങനെ പോവാം, അങ്ങനെ എല്ലാവർക്കും ഉണ്ടോന്ന് അറിയില്ല. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പോകാൻ. ഞങ്ങൾ പോകുമ്പോൾ ഫാമിലി ആയിട്ടൊക്കെ പോവാറുള്ളത്. പക്ഷെ രണ്ടുപേരും വിളിച്ചെന്ന് പറയുന്നത് വന്നില്ലേ, അടുത്തൊക്കെ പോകും. ഒരുപാട് ദൂരം പോയിട്ടില്ല. പക്ഷെ അടുത്തൊക്കെ ചാൻസ് കിട്ടിയാൽ പോവാറുണ്ട്. കുറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകാറുണ്ട്. അമ്പലങ്ങളോ അല്ലെങ്കിൽ എവിടെയാണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരാളും കൂടി എനിക്ക് അനിയത്തി ഉണ്ട്. അപ്പൊ ഞങ്ങൾ 3 പേരും കൂടെ പോവാറ്. അങ്ങനെ 2 പേരൊന്നും ഇല്ല, ഞാൻ പോവാറുണ്ട്. പിന്നെന്താ പറയാ, ഒരുപാട് സന്തോഷമായി നിങ്ങളെ കാണാൻ വേണ്ടി വന്നത്. പക്ഷെ ഇവര് 2 പേരും കൂടി കണ്ടപ്പോ എന്താ പറയാ, എക്സ്പീരിയൻസ് ഒക്കെ കേട്ടപ്പോ ഒരുപാട് സന്തോഷമായി. ഇങ്ങനെ ഒരിക്കലും മറക്കില്ല ഇങ്ങനത്തെ ഒരു ദിവസം. അതുപോലെ വേണ്ടി വിളിച്ചപ്പോഴും എനിക്ക് 2 പേരും വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്. ഞങ്ങൾ രണ്ടാമത്തെ ഗീതാമനും ചെറുപ്പം കാണുന്നത്. ഇതിപ്പോ ഈ മുന്നേ വീണ്ടും കാണുന്നുണ്ട്. അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഒന്നുമില്ല. മമ്മി ഈസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. അപ്പോ ശരത്തേടെ ഗീതാമനെ ഞാൻ ഇൻസ്റ്റ ഫോളോ ചെയ്ത് ഫസ്റ്റ് പ്രോഗ്രാമിന് കണ്ടതിന് ശേഷമാണ് മമ്മി കൂടുതൽ പറയുന്നത്. സോ ഞാനും ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ട്രാവൽ ഒന്നും ചെയ്തിട്ടില്ല, ഒരുപാട് ഫാമിലി ആയിട്ടാണ് പോകുന്നത്. പക്ഷെ വർക്കിനൊക്കെ പോകുമ്പോഴാണെങ്കിലും എല്ലാത്തിനും ഭയങ്കര ഒരു സപ്പോർട്ടാണ്. മമ്മിയുടെ അടുത്താണ് ഏതൊരു കാര്യങ്ങളും ഒന്നും ഹൈഡ് ചെയ്യാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നത് അമ്മയുടെ അടുത്താണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരത്തേനെ ഗീതാമ്മ ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ്. ഞാനാണെങ്കിൽ മമ്മീയുടെ അടുത്ത് ഇവർ ഇത്രയും പേര് പറഞ്ഞപ്പോ ആയത് പറഞ്ഞപ്പോഴാണ് ഞാൻ മമ്മീനെ ഇവിടെ നിന്ന് നോക്കി കേട്ടോ കേട്ട് പഠിച്ചു. ഞാനെവിടെയെങ്കിലും ചില കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഒബിയസ്ലി പെൺകുട്ടികളാണ് ഇരിക്കുന്നത്, കുട്ടികൾക്കറിയാം ചില കാര്യങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ 1 ഇയർ ആവുമ്പോൾ വണ്ടി എടുത്തിട്ട് പുറത്ത് പോകുമ്പോഴാണെങ്കിലും എന്തെങ്കിലും ഒരു ഇപ്പൊ നിഖില് പറഞ്ഞു, നിഖിലിനെ മീറ്റ് ചെയ്യാൻ പറ്റിയത് ഒബിയസ്ലി ഞാൻ ലക്കിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ നിഖില് പറഞ്ഞ കാര്യം കേൾക്കുമ്പോഴാണെങ്കിലും മമ്മി ഇങ്ങനെ പറയും, വണ്ടി എടുത്ത് പുറത്ത് പോകുമ്പോ ഇപ്പൊ പറഞ്ഞ സ്റ്റാർട്ടിങ് സംഭവം ലൈസൻസ് ഇല്ലെങ്കിലും ഓടിക്കുമ്പോ വണ്ടി വിളിച്ച് പോകുമ്പോഴാണെങ്കിലും ഇങ്ങനെ ഓവർ സ്പീഡ് എനിക്കറിയാം ആ ഒരു. പക്ഷെ നിഖിലിലേക്ക് ഒരു എക്സ്പീരിയൻസ് ആയിട്ടൊക്കെ ശരിക്കും നമ്മളെ കാത്തിരിക്കാൻ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നിന്ന് അറിയാൻ പറ്റി. അതിനാണ് ഒരുപാട് സന്തോഷം. പിന്നെ ഒരുപാട് അമ്മമാരുടെ കഥകൾ കേൾക്കാൻ പറ്റി. അപ്പൊ ഞാൻ എന്റെ മമ്മിക്ക് കുറച്ച് മനസ്സിലാക്കാന്ന് വിചാരിക്കുന്നു. ലൈക്ക് ഇനി ഞാൻ ട്രാവലിലൊക്കെ വിളിക്കുമ്പോ വരും എന്നാണ് പ്രതീക്ഷ. ഞാൻ എനിക്കൊരു കാര്യം പറയാലോ, നോക്കിയേ, ഇതിന്റെ കാര്യം ഓർത്തോ, എനിക്ക് പറയാലോ. പിന്നെ കാരണം ഇവിടെ കൂടെ ഞാൻ ബാക്കിൽ എനിക്ക് ഭയങ്കര പേടിയാണ്. വ്യക്തികൾ ഓവർടേക്ക് ചെയ്യും. അപ്പൊ എനിക്ക് പേടിയാണ്. അപ്പോൾ ആൾക്കാരും മമ്മി മിണ്ടാടിയിരുന്നോട്ടാ, ചേച്ചിനെ കൊണ്ടുപോകുമ്പോ ഒന്നും ഇനി പറയില്ല, ഇനി ഞാൻ പറയില്ല. ഞങ്ങളുടെ കഥകളൊക്കെ പറയാനുള്ള ഒരു പദ്ധതിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഡസൻ മേക്ക് സെൻസ്. ഇവരുടെ കഥയുടെ മുമ്പിൽ നമ്മുടെ ഒന്നും കഥയ്ക്ക് യാതൊരു വാല്യൂ ഇല്ല.
നമ്മൾ ചുമ്മാ യാത്ര ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് പോയ ചെറിയ ചെറിയ സ്റ്റോറീസ്, അല്ലെങ്കിൽ ഞങ്ങൾ പോയതിന് ശേഷം ഒരുപാട് പേര് പോയി കണ്ടപ്പോൾ നമ്മുടെ ഒരു സന്തോഷം. അത് നിഖിൽ നേരത്തെ പറഞ്ഞ പോലെ ഇനി ആരും സ്പീഡിൽ പോകരുത്, ഇനി ആരും ബൈക്കിൽ ഓടിക്കുമ്പോൾ ഫോൺ എടുക്കരുത്. അതുപോലെ ഞങ്ങൾ പോയ കഥകളും ഇപ്പോൾ നേരത്തെ അയന പറഞ്ഞല്ലോ, അതുപോലെ ഇങ്ങനെ കുറേ പേര് ഇൻസ്പയർഡ് ബൈ ശരത് കൃഷ്ണൻ MR ഇടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ലാലേട്ടനായോ അല്ലെങ്കിൽ ഒരു ലാലേട്ടൻ ഫീലിംഗ്, അതായത് അതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ഒരാൾ നമ്മൾ ചെയ്ത കണ്ടു പോകണമെന്ന് കാണുമ്പോൾ, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറെ വലിയ സംഭവം അല്ലെങ്കിൽ അവർ വലിയ സംഭവം നമ്മൾ വലിയ സംഭവമൊന്നും അല്ല. ഇതിനും വലിയ സംഭവങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് പേരുണ്ട് കാണാത്തതായിട്ടുള്ള. അത് ഞാൻ അങ്ങനെ പോയി, അതൊരു 4 ആൾ അറിഞ്ഞു, അതും ഒരു ഭംഗി വന്നതാണ്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നു, ഞാൻ എപ്പോഴും എല്ലാ വേദിയിലും പറയാറുള്ളതാണ്, എൻ്റെ അമ്മയുടെ ചേട്ടൻ ഡോക്ടർ ബാബുകൃഷ്ണന്മാർ, പുള്ളിയുടെ അമ്മയെ നോക്കിയ പോലെ ഞാനിപ്പോഴും നോക്കിയിട്ടില്ല. നമുക്കറിയരുത് കേട്ടോ, ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട. അതായത് 12 കൊല്ലം ബെഡിടണായിരുന്നു എൻ്റെ മുത്തശ്ശി, അമ്മയുടെ അമ്മ. പുള്ളി ഇതേപോലെ പുറത്തേക്ക് പോവില്ല, ഔട്ട് ഓഫ് തൃശ്ശൂർ എങ്ങോട്ടും പോവില്ല. ആ അമ്മയെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നോക്കി കണ്ട് ഇരുത്തുക എന്നുള്ളത് മാത്രമാണ് അവളുടെ ഒരു പരിപാടി. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഐ എം നോട്ട് എ ഗുഡ് സൺ ആക്ച്വലി. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ചു പൊളിച്ച് നടക്കുന്നു, ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എൻജോയ് ചെയ്ത് നടക്കുക ചെയ്യുന്നത്. അത് ആളുടെ ആ ഒരു പെർസ്പെക്റ്റീവ് നിന്ന് നോക്കുമ്പോൾ ഞാനെപ്പോഴും ഒരു പെർഫെക്റ്റ് സൺ അല്ല എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. ഞങ്ങളിടയ്ക്ക് അടികൂടും, ഞങ്ങളിടയ്ക്ക് അമ്മ പറഞ്ഞു കേൾക്കാണ്ടാവുമ്പോൾ ഞാൻ ചൂടാവും, അമ്മ ചൂടാവും. അടിക്കില്ല അല്ലേ? ഇല്ല, എന്താ പറയുക, എന്നെ അടിച്ചിട്ടില്ല. അതിൻ്റെ എല്ലാ ദോഷവും എനിക്കുണ്ട്. അപ്പം പുള്ളിക്കാരൻ രാവിലെ മുത്തശ്ശി കംപ്ലീറ്റ്ലി പാരലൈസ്ഡ്, ഒന്നും വിളിച്ചാൽ പോലും കേൾക്കില്ല, അറിയ പോലും ഇല്ല. അങ്ങനെ തട്ടിയ എന്താന്ന് പോലും റെസ്പോണ്ട് പോലും ചെയ്യില്ല. നമ്മളിപ്പോൾ കാണുന്ന ആൾക്കാരൊക്കെ അറ്റ്ലീസ്റ്റ് ഒരു ചെറിയെങ്കിലും തരും, അല്ലെങ്കിൽ അവരതിനൊരു മറുപടി പറയുള്ളൂ. പക്ഷെ മുത്തശ്ശി ഒട്ടും റെസ്പോണ്ട് ചെയ്യില്ല. 12 കൊല്ലമായിരുന്നു. പുള്ളിക്കാരൻ രാവിലെ കുളിപ്പിച്ച് കിടത്തി ഭസ്മൊക്കെ തൊടിച്ച് ചന്ദനക്കുറിയൊക്കെ തൊട്ട് TV കാണുന്നില്ല, വെറുതെ TVയുടെ മുമ്പിൽ കൊണ്ടെടുത്തും ഭക്ഷണം കൊടുക്കും, രാത്രി വന്ന് അതേപോലെ കുളിപ്പിച്ച് കിടത്തി ഉറക്കും. അപ്പോൾ പുള്ളിയുടെ ആ ഒരു സ്റ്റൈൽ അല്ലെങ്കിൽ ആ ഒരു സാധനമാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു യഥാർത്ഥ മകൻ. അല്ലെങ്കിൽ അങ്ങനെ അമ്മ കിടക്കുമ്പോൾ നോക്കിയ ഒരാൾ. പുള്ളി അമ്മയുടെ അടുത്ത് പറയും, എനിക്ക് എൻ്റെ അമ്മയെ അങ്ങനെ ഒന്നും കൊണ്ടുപോകാൻ പറ്റിയില്ല, നിന്റെ ഭാഗ്യാന്ന് പറയും എൻ്റെ അമ്മയുടെ അടുത്ത്. അപ്പം ഞാൻ അമ്മയുടെ അടുത്ത് പറയും, ഇനി അമ്മ പറയും കേക്കട്ടെ. സത്യമാണ്, ചേട്ടൻ്റെ ഭയങ്കര സങ്കടമായിരുന്നു, നീ ഭാഗ്യം ചെയ്ത അമ്മയാണെന്ന് പറയുന്നത്. എന്താ ചെയ്തമാരൊരു ലോകം നിനക്ക് കാണിച്ചു തന്നില്ലേ, ഒരിക്കലും എൻ്റെ ചേട്ടന് അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് ഭയങ്കര സങ്കടമായിരുന്നു. ഞാൻ ഏതോ ജന്മത്തിൽ ചെയ്ത പുണ്യായിരിക്കാം ഇങ്ങനെ എൻ്റെ ആഗ്രഹം അനുസരിച്ച് കൊണ്ടുപോകാൻ പറ്റിയത്. ഞാൻ ലോകം കാണാൻ ഭയങ്കര ആഗ്രഹമുള്ളായിരുന്നു. എന്നും സൂര്യനോട് ഞാൻ സങ്കടം പറയാറുണ്ട്, നിങ്ങൾക്ക് എത്ര സ്ഥലം കാണാം, ഞാനിങ്ങനെ വല്ലതും കണ്ടിട്ടുണ്ടാവും, എനിക്കൊന്നും പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് കംപ്ലൈന്റ് പറഞ്ഞിരുന്നത് ഞാനാണ്. പക്ഷെ ആരോടും ഞാനൊരു കാര്യത്തിനും ആവശ്യപ്പെടാറില്ല. ലൈക്ക് എവരി മദേഴ്സ്. അറിഞ്ഞു കിട്ടിയ ബാക്കിയാണ് എനിക്കിത്. എല്ലാവരുടെ അമ്മമാരുടെ ഉള്ളിലും ഉണ്ടാവും ആഗ്രഹങ്ങളൊക്കെ. പക്ഷെ എനിക്ക് യാത്രയോടായിരുന്നു ആഗ്രഹം. ആ ആഗ്രഹം അറിഞ്ഞു തന്ന മോനോട് എത്ര പറഞ്ഞാലും നന്ദി ചെയ്യും. അതാണ് എന്റെ ബാക്കി. താങ്കൾ പറയൂ. 1 മണിക്കൂർ വേണം. അതായത് അമ്മ നിങ്ങളെല്ലാവരും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ബട്ട് എല്ലാ ടിപ്പിക്കൽ മല്ലു മദേഴ്സിനും ഒരു ചിന്തയുണ്ടാവും. അവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ വീട്ടിലെ പരിപാടികൾ, എനിക്ക് എൻ്റെ ഫാമിലി, എൻ്റെ മക്കള്, എൻ്റെ പട്ടി പൂച്ച കോഴി, ഇതൊക്കെയാണ് എൻ്റെ പ്രയോറിറ്റി. എല്ലാ അമ്മമാർക്കും അങ്ങനെ തന്നെയാണ്. എല്ലാവർക്കും ഒരു ഐസ് ഉണ്ടാവും നമുക്ക് എല്ലാവർക്കും ബ്രേക്ക് ചെയ്യാൻ. ആ ഐസ് ആദ്യം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ടാസ്ക്. നിനക്ക് നോട്ട് ദ പോയിന്റ് അപ്പോൾ നോട്ട് ദ പോയിന്റ്. ആ ഒരു ഐസ് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കും. കാരണം നമ്മൾ വിളിക്കുമ്പോൾ അമ്മ പറയും, ഞാൻ ഇല്ല, നിങ്ങൾ പൊക്കോ, നിങ്ങൾ പോയി ഫ്രണ്ട്സ് പോയി അടിച്ചു പൊളിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾ കറങ്ങിയിട്ട് വായോ. അതാണ് എല്ലാ അമ്മമാരുടെ ഒരു നേച്ചർ. പക്ഷെ എനിക്കറിയാം എൻ്റെ അമ്മയ്ക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ പഴയ യാത്രാ മാഗസീൻസ് കംപ്ലീറ്റ് വയ്ക്കും. വീട്ടിൽ സീരിയൽ കാണില്ല അമ്മ, പക്ഷെ ട്രാവൽ ചാനൽസാണ് കാണുക.
ഇംഗ്ലീഷ് അറിയില്ല, വെറുതെ ഏതോ നാഷണൽ ജിയോഗ്രഫിയും BBC മറ്റേ ഡിസ്കവറി ഒക്കെ ഇരുന്ന് കണ്ടോ. ഞാൻ ആലോചിക്കും ഇതൊന്നും മനസ്സിലാവില്ല, പക്ഷെ ആ ഒരു പിക്ചർ കാണുക എന്നുള്ളതാണ് അതിലും ബ്യൂട്ടി. അതേപോലെ പേപ്പറിൽ വരുന്ന കട്ടിങ്സ്, കംബോഡിയയിൽ പോയ പഴയ അതായത് പേപ്പറിൽ അതിനെക്കുറിച്ചുള്ള എക്സ്പ്ലനേഷൻസ് അതൊക്കെ കട്ട് ചെയ്ത് എടുത്തു വെക്കും. അപ്പോൾ എനിക്ക് എവിടെയൊക്കെയോ അറിയാം അമ്മയ്ക്ക് യാത്ര ഭയങ്കര ഇഷ്ടമാണ്, ട്രാവൽ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. നമ്മുടെ എല്ലാ അമ്മമാരുടെയും പോലെ അമ്മയ്ക്കും പറ്റിയിരുന്നില്ല. നമ്മുടെ ഈ ഒരു കാറ്റഗറി ഓഫ് മദേഴ്സ് എല്ലാവരും കിച്ചൻ്റെ ഉള്ളിൽ, വീടിൻ്റെ ഉള്ളിൽ എന്നൊരു കോൺസെപ്റ്റാണ് ഒരു കൺവെൻഷണൽ മല്ലു സ്റ്റുപ്പിഡിറ്റി. അതാണ് അതിൻ്റെ കറക്റ്റ് ഫോം. അത് മറ്റ് ആ അമ്മമാർ പോയി കഴിഞ്ഞാൽ അവൾക്ക് ഈ പ്രായത്തിൽ തലയ്ക്ക് ഭ്രാന്തായ അങ്ങനെ ചോദിക്കുന്ന ആൾക്കാരും ഉണ്ട്. അതിനെ നല്ല രീതിയിലും കാണാം, പൊട്ട രീതിയിലും കാണാം. അത് അവരുടെ കാര്യം, നമുക്കറിയേണ്ട കാര്യമില്ല. അപ്പം ഫസ്റ്റ് ഞാൻ ബോംബെ പോകുമ്പോൾ എനിക്കൊരു ബിസിനസ് ട്രിപ്പാണ്. അപ്പം ഞാൻ അന്ന് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഒരൊറ്റ ദിവസമുള്ളൂ, ഒരു ദിവസം ബോംബെയിൽ നമ്മൾ അടിച്ചു പൊളിക്കുന്നു, തിരിച്ചു വരുന്നു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് ബോംബെയിലുണ്ട്, പുള്ളിയുടെ വൈഫിനെയും മകനെയും കുഞ്ഞ് മോനെ പുതിയതുണ്ടായ കുഞ്ഞു കുച്ച, അന്ന് അവന് 1 വയസ്സ്. ആ യാത്ര അയ്യോ ദൈവമേ അന്ന് തൊട്ടുള്ളതാണ്. അതായത് അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ബോംബെക്ക് പോകുന്നത് ഒരൊറ്റ ദിവസത്തേക്ക് എന്ന് പറഞ്ഞത്. ഞാൻ ബോംബെയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എയർപോർട്ടിൽ അശ്വിനി ഉണ്ട്. എന്നിട്ട് അവിടെ നിന്ന് കംപ്ലീറ്റ് ബോംബെയുടെ ഒരു ഗല്ലി എനിക്ക് കാണിച്ചു തന്നു. അതായത് വലിയ സ്ട്രീറ്റ്സോ താജോ അതൊന്നുമല്ല, ബഡേമിയ, ഹാജി അലി, അല്ലെങ്കിൽ അവിടുത്തെ ലോക്കൽ ജ്യൂസുകൾ, ജ്യൂസ് കൗണ്ടേഴ്സ്, അവിടെയൊക്കെ ഞങ്ങളെ അവൻ കൊണ്ടുപോയി എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു തന്നു. കമ്മലും മാലയും മേടിച്ചിട്ട് ആർക്കും കൊടുക്കാനില്ലാത്ത ഞാൻ മേടിച്ചില്ല. ഓക്കെ, അപ്പോൾ ആ നെക്സ്റ്റ് ഡേ എൻ്റെ ആ മീറ്റിംഗ് കഴിഞ്ഞു. അപ്പം ഞാൻ എൻ്റെ അവിടെ എൻ്റെ ജ്യോതിസ് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട്, പുള്ളിയുടെ അടുത്ത് പറഞ്ഞു, എടാ എനിക്ക് അമ്മയൊന്ന് ഷിർദിയെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആള് പറഞ്ഞു, പുള്ളി ഒരു സിവിൽ സർവൻ്റാണ്. പുള്ളിയുടെ അടുത്ത് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു അതിനെന്താ നമുക്ക് പോവാടാ, കുഴപ്പമില്ല, വിടാമക്ക് എന്ന് പറഞ്ഞപ്പോൾ പുള്ളി നെക്സ്റ്റ് ഡേ ഞങ്ങൾ മോർണിംഗ് പുള്ളിയുടെ വൈഫ് കൊച്ച് ഞാനും അമ്മയും കൂടി നേരെ ഞങ്ങൾ ഷിർദി വിട്ടു. ഷിർദി പോയാ മൈക്ക് ഷിർദി വിട്ടു. ഷിർദി എത്തി. അവിടുന്ന് ഞങ്ങൾ നേരെ ശനി ശിംഗ്നാപൂർ പോയി. ശനി ശിംഗ്നാപൂർ പോയി നേരെ നാസിക്ക് വന്നു. നാസിക്കിൽ ത്രയംബകേശ്വറിലൊക്കെ ഒന്ന് കയറി കറങ്ങി. അത് കഴിഞ്ഞിട്ട് പുള്ളി അവിടുന്ന് നേരെ തിരിച്ച് ബോംബെക്ക് പോയി. ഞങ്ങൾ അവിടുന്ന് നേരെ തിരിച്ച്, അതായത് എനിക്ക് നെക്സ്റ്റ് ഡേ പറയാം മാറ്റിക്കല്ലേ. അതായത് ഈ സ്പിരിച്വൽ ജേണിയിൽ ഉള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾ ഒരിക്കലും വിചാരിക്കണ്ട. ഞങ്ങൾ ലാസ്റ്റ് വന്ന് താമസിച്ചത് സുലാ വൈൻയാർഡിലാണ് നാസിക്കിൽ. അപ്പം പുള്ളിക്കാരൻ അവിടെ നിന്ന് അങ്ങനെ തിരിച്ചു പോയി. ഞങ്ങൾക്ക് പിറ്റേ ദിവസം ബോംബെന്ന് തിരിച്ച് കൊച്ചിക്ക് ഫ്ലൈറ്റൊക്കെയുള്ള അതൊക്കെ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ നേരെ ഔറംഗാബാദ് പിടിച്ചു. ഔറംഗാബാദിൽ കൃഷ്ണേശ്വർ എഗെയിൻ ഒരു ജ്യോതിർലിംഗാണ്. അവിടെ പോയി അവിടുന്ന് ഈ അജന്ത എല്ലോറ കണ്ടപ്പോഴാണ് അമ്മയ്ക്ക് ഇങ്ങനെയും ഒരു ലോകമുണ്ട് എന്നുള്ളൊരു ക്ലിക്ക് കിട്ടിയത്. അതുവരെ തെക്കേ ഗോപുരനട നമ്മുടെ വടക്കുന്നാൻ്റെ ആയിരുന്നു ഏറ്റവും വലിയ ആർക്കിടെക്ചർ കണ്ടിട്ടുള്ളത്. തകടിക്കാനാണ് മുഴുവൻ എനിക്കറിയായിരുന്നു, പക്ഷെ ഞാൻ കണ്ടറിഞ്ഞത് എനിക്ക് തൊട്ടറിഞ്ഞ ഒരു സന്തോഷം അവിടെ നിന്നാണ് കിട്ടിയത്. അപ്പൊ ഈ അജന്ത എല്ലോറ കണ്ടിട്ട് എൻ്റെ ഒരു പിക്ചർ ഉണ്ട്, ഇടാൻ ഉണ്ടാവില്ലല്ലോ അല്ലേ അശ്വിന്? ഓക്കെ കുഴപ്പമില്ല. അതായത് വേണ്ട ചുമ്മാ പറഞ്ഞ, അതായത് അമ്മ ആ ഒരു ആർക്കിടെക്ചർ ആ ഒരു കൊത്തുപണി നോക്കിയിട്ട് അങ്ങനെ തന്നെ ഇരിക്കുന്നത്. അത് ഞാൻ അറിയാണ്ട് ക്ലിക്ക് ചെയ്ത് അമ്മ ഇങ്ങനെ നോക്കിയിട്ട് ഇപ്പോഴും ഇന്ന് വരെ ഞാൻ അങ്ങനെ ഒരു രൂപം കണ്ടിട്ടില്ല. അത് എനിക്ക് താജ്മഹലിനെക്കാട്ടിലും വലുതായി തോന്നിയൊരു കാഴ്ചയായിരുന്നു. അപ്പൊ ഈ അജന്ത എല്ലോറയാണ് അമ്മയുടെ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്ത്. അന്നാണ് അമ്മ പറയണത് എനിക്ക് ഇനിയും യാത്ര ചെയ്യണം, എനിക്ക് ഇനിയും ഒരുപാട് കാണാനുണ്ട്, ഓൾറെഡി ഞാൻ ഭയങ്കര ലേറ്റായി, ഇനിയെങ്കിലും പോയി തുടങ്ങണം. ഇനി ആരും എന്ത് പറഞ്ഞിട്ട് ഐ ഡോണ്ട് കെയർ എന്നുള്ളൊരു മൂഡിലേക്ക് വരണമല്ലോ നമ്മൾ. അല്ലെങ്കിൽ ആ ഒരു കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ വിട്ടു പോരാന്ന് പറഞ്ഞാൽ വെരി ഡിഫിക്കൽട്ട്. എസ്പെഷ്യലി നമ്മൾ ഈ എൻ്റെ അമ്മയുടെ പ്രായത്തിലുള്ള അമ്മമാർക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അജന്ത എല്ലോറയാണ് ബേസിക്കലി അങ്ങനെ ആ ഒരു ഐസ് ബ്രേക്ക് ചെയ്യാൻ, അല്ലെങ്കിൽ ഇങ്ങനെ വലിയൊരു ഇത്രയും ഹ്യൂജ് ഒരു കൊത്തുപണി കണ്ടപ്പോഴാണ് എനിക്ക് ഇനിയും യാത്ര ചെയ്യണം. അവിടുന്നാണ് പിന്നെ നേരത്തെ ആലപ്പുഴക്കാരിയുടെ അമ്മ പറഞ്ഞ പോലെ മെൻ്റലായി. പിന്നെ അത്രയും കാലം ഞാനാ വിളിച്ചോണ്ടിരുന്നത് അമ്മ വാ പോവാന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം വയനാട് പോയി. 2 ദിവസത്തെ പരിപാടി, 25-26 2 ദിവസത്തെ പരിപാടിക്ക് 8 സാരി എടുത്ത് വെച്ചിങ്ങനെ. വയനാട് പിന്നെയും കുറെ സ്ഥലങ്ങളുണ്ടായിരുന്നു. അല്ല പോയില്ല എന്നാ പറയണത്. അതായത് വയനാട് കഴിഞ്ഞ പോലെ ഒരു 9 ദിവസം കംപ്ലീറ്റ് നടന്ന കേട്ടാ, എന്നിട്ട് മതിയായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതായത് വൺസ് ഈ ട്രാവൽ ഡ്രഗ് കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാത്തിനോടും ബാക്കിയുള്ള ഒന്നും വേണ്ട, എനിക്ക് യാത്ര മതി, അല്ലെങ്കിൽ ഇനിയും ഒരുപാട് യാത്ര ചെയ്യണം എന്നുള്ളൊരു ഐഡിയയിലേക്ക് മാറും. അതല്ലായിരുന്നു ചോദ്യം? കറക്റ്റ് അല്ലേ ഉത്തരം? അല്ലേ? ശരിക്കും ഞാൻ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് പ്രകാരമുള്ള
ഞാൻ എൻ്റെ ഒരു ബക്കറ്റ് ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സ്ഥലത്തും ഞാൻ അമ്മയെ കൊണ്ടുപോയി കഴിഞ്ഞു. അമ്മയുടെ ബക്കറ്റിൽ കഴിയാത്ത എൻ്റെ ബക്കറ്റ് കഴിഞ്ഞു. എൻ്റെ ബക്കറ്റ്, അതായത് എനിക്ക് കാർന്നുങ്ങളെ കൊണ്ടുപോകണം ഭയങ്കര ആഗ്രഹമായിരുന്നു. ടിക്കടിച്ചു. ഞാൻ ലേ പോകണം. ഇതാണ് ഞാൻ പറഞ്ഞ മെന്റലായി. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മെന്റലായി. അത് തിരിച്ചറിയില്ലേ ഇപ്പൊ, ചിഹ്നനടിക്കാന്നൊക്കെ പറയില്ലേ. അപ്പോൾ അതുപോലെ എന്താ പറയുക, കൈലാസ് മാൻസറോർ കൊണ്ടുപോകണമെന്ന് എൻ്റെ ഒരു എന്താ പറയുക, ഒരു അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ഒരു ഹ്യൂജ് അച്ചീവ്മെന്റ്, അല്ലെങ്കിൽ അതായിരുന്നു എൻ്റെ ഫൈനൽ. അത് നടന്നോടുകൂടി അതായത് എൻ്റെ നമ്മൾ പറയില്ലേ, നമ്മൾ പിന്നെ മനുഷ്യന്മാർ നമ്മൾ ഓട്ടോമാറ്റിക്കലി മോഹം കൂടി പിന്നീട് ഓരോന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും വന്നു തുടങ്ങി. പക്ഷെ അന്ന് എൻ്റെ ഒരു അൾട്ടിമേറ്റ് കൈലാസ് മാൻസറോർ എങ്ങനെയെങ്കിലും കൊണ്ടുപോകണം. വാട്ട് എവർ, എങ്ങനെയെങ്കിലും അത് പിടിച്ചേ പറ്റൂ. അതിൻ്റെ ഏറ്റവും വലിയൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും കയ്യിൽ ഒരുപാട് കാശുണ്ടെങ്കിലേ പറ്റുള്ളൂ എന്ന്. അതങ്ങനെയല്ല ശരിക്കും. കാരണം അത് പറയാട്ടെ, പറയാം. ഓക്കെ. അതായത് ആ യാത്ര ശരിക്കും പോണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 5 ലക്ഷം രൂപ ചിലവുണ്ട് 2 പേർക്ക്. അത് 3 പെർമിറ്റ് എടുക്കണം. കൈലാസ് യാത്രി, പിന്നെ ടിബറ്റ്, നേപ്പാൾ, അങ്ങനെയൊക്കെ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. പിന്നെ ഓട്ടോറിക്ഷയിൽ കയറണ പോലെ ഹെലികോപ്റ്ററിൽ കയറണം. ഒരു സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, അടുത്ത സ്ഥലത്ത് നിന്ന് അടുത്ത സ്ഥലത്തേക്ക്, അങ്ങനെ ഒരു 5 ഹെലികോപ്റ്റർ നമ്മൾ ചേഞ്ച് ചെയ്യും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു എക്സ്പെൻസീവ് ജേണിയാണ്. ഇനി ഇതിനെ ചീപ്പാക്കി പോവാം, ബസ്സിലാക്കാം. പക്ഷെ തിരിച്ചു വരുമ്പോൾ തണ്ടല്ലൂർ ഇടേണ്ടി വരും. അത്ര ഹ്യൂജ് ഹെയർ പിൻസ്, ലോങ് ജേണിയാണ്. അപ്പോൾ അന്ന് ഞാനിങ്ങനെ ആലോചിക്കുമ്പോൾ എൻ്റെ ചേച്ചി ഫിൻലൻഡിലാണ്. അവള് പോണ നേരത്ത് സേഫായിട്ട് എടുത്തു വെക്കാൻ കുറച്ച് സ്വർണ്ണം തന്നിട്ടുണ്ടായിരുന്നു. നേരെ കൊണ്ടുപോയി വേറെ ബാങ്കിൽ വെച്ച് പണയം വെച്ചു, അടിച്ചു. കാരണം ഒരൊറ്റ മാസം കൊണ്ട് ഒരിക്കലും ഇന്നത്തെ ഒരു കാലത്ത് എനിക്ക് അത്ര വലിയ ബിസിനസ് ഒന്നുമില്ല, ഒരിക്കലും അങ്ങനെ ഒരു 5 ലക്ഷം റേസ് ചെയ്യാൻ എനിക്ക് പറ്റില്ല. പക്ഷേ എനിക്ക് വേണമെങ്കിൽ അത് അടുത്ത കൊല്ലത്തേക്ക് വെക്കാം. അടുത്ത കൊല്ലം വെച്ചാൽ 61 വയസ്സായാൽ പോകാൻ പറ്റില്ല. ആ കൊല്ലം നമ്മുടെ അല്ല, പിന്നെ അതിനുശേഷം പിന്നെ ഉണ്ടായേ ഇല്ല. അപ്പം അതും എഗെയിൻ ഒരു ഭാഗ്യമാണ് അങ്ങനെ അന്ന് പോകാൻ പറ്റും. കാരണം 61 വയസ്സ് കഴിഞ്ഞാൽ എൻട്രി ഇല്ല. 60 വയസ്സ് കഴിഞ്ഞാൽ വേഗം കൊണ്ടൊക്കെ ഒന്നുമില്ല. പിന്നെ ഒരുപാട് നമ്മുടെ ബ്ലഡ് ടെസ്റ്റ്, പ്രഷർ ടെസ്റ്റ്, ഓൾട്ടിറ്റ്യൂഡ് ടെസ്റ്റ്, സിക്നെസ്സുകൾ, നമ്മളുടെ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നോക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ എനിക്ക് അന്നത് ആ കൊല്ലം നടന്ന് നെക്സ്റ്റ് കൊല്ലം ഇപ്പം എൻ്റെ കാശ് അതിനും കൂടുതൽ വന്നു നോക്കിയാൽ കാര്യമില്ല, കൊണ്ടുപോകാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ അത് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പണമല്ല എല്ലാത്തിനും പ്രയോറിറ്റി. നമ്മളത് വിചാരിക്കുക ഇതുണ്ടെങ്കിലേ ഇതൊക്കെ നടക്കുന്നുള്ളൂന്ന്. ഇപ്പം ഇന്നലെ ഒരു പയ്യൻ 230 രൂപ കയ്യിൽ വെച്ചിട്ട് ലേയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. സൈക്കിളിൽ 230 രൂപ. നമുക്ക് ആലോചിക്കാൻ വയ്യ. അപ്പം മനസ്സിലായ പാഷൻ ആക്ച്വലി ആ യാത്രയോടാണ്, അല്ലാണ്ട് കാശല്ല അതിലെ പ്രയോറിറ്റി. അവൻ സാധാരണ ഒരു ഗിയർ പോലും ഇല്ലാത്തൊരു സൈക്കിളുമേ അവൻ പോകുന്നത്. അപ്പോൾ ബേസിക്കലി നമുക്ക് ആ മെൻ്റലി നമുക്ക് അങ്ങനെ ഒരു പാഷൻ, യാത്ര ചെയ്യണം. എനിവേസ് ഞാൻ ലോറിയിൽ കിടന്നു പോയിട്ടുണ്ട്. ഞാൻ സോമനാഥിൽ 10 രൂപയുടെ ആശ്രമത്തിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷെ അമ്മയെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അതായാലും മതിയെന്ന്. അപ്പോൾ കൈലാസ് മാൻസറോർ യാത്ര അങ്ങനെയാണ് സംഭവിച്ചത്. ചേച്ചിയുടെ സ്വർണം വെച്ചത് പിന്നീട് ഞാൻ കുറേ കാലം കഴിഞ്ഞപ്പോൾ പണയം അടച്ചെടുത്തു ഞാൻ. പക്ഷെ അവൾ അറിഞ്ഞിട്ടില്ല. ഇതിപ്പോൾ കാണുമ്പോൾ അറിയായിരിക്കും. അതുപോലെ അന്ന് അതിന് തികഞ്ഞില്ല. അപ്പം തന്നെ അമ്മ വളവരി വന്നു. മനസ്സിലായി? അപ്പം അത് ബേസിക്കലി യാത്രയോടാണ് ആ ഒരു ഇമ്പോർട്ടൻസ്. ബാക്കിയുള്ളതിനൊന്നും അത്ര ഇമ്പോർട്ടൻസ് കാണരുത് എന്നാണ് പറഞ്ഞു വന്നത്. അതായത് ഇന്ത്യയിലെ ഒരു മേജർ നല്ല ടൂറിസ്റ്റ് ഹബ്ബുകളില്ലേ, അതെല്ലാം കണ്ടതാണ്. പക്ഷെ അമ്മയ്ക്ക് തോന്നണത് ഒന്നും കണ്ടിട്ടില്ല അന്ന്, പ്രായമായില്ലേ. അതായത് ലേയില് ഞങ്ങൾ മണാലി ലേ ആ റൂട്ടിലൊക്കെ 2 പ്രാവശ്യം പോയി. ഇപ്പോഴും ചെല്ലുമ്പോൾ ആദ്യമായിട്ട് കാണുന്ന പോലെ നോക്കിക്കണേ. അത് എന്താന്ന് മനസ്സിലാവില്ല. അതെന്താന്ന് മനസ്സിലാവില്ല. അതുപോലെ നമ്മളെങ്ങടാ ഞാൻ പോയിട്ടുണ്ട്. അതായത് നമ്മൾ ആദ്യം ആ ബൈക്കിൽ പോയ യാത്ര, അതിലാണ് സാധാരണ അമ്മമാരല്ലേ പറയാം മതിടാ കേറ് എന്ന് പറയില്ലേ. ഇത് ഞാൻ പറയേണ്ടി വന്നു, മതിയമ്മ കേറ്. മറ്റേ അധിക നേരം ഐസിൽ നിന്ന മറ്റേ ഫ്രോസ് ബൈറ്റ് വരുമല്ലോ. അപ്പം ഞാൻ ഒരു 5 മിനിറ്റ് കൂടി, അതായത് നിലത്ത് ഐസിൽ കിടന്ന് റോൾ ചെയ്യുക. അപ്പം ഞാൻ ആലോചിച്ചു എനിക്ക് ഭ്രാന്തായതാണോ അതിന് അമ്മയ്ക്ക് ഭ്രാന്തായതാണോ. കാരണം ഒരു ചൈൽഡിഷായി. 60 വയസ്സ് നേരെ ഒരു 16 വയസ്സിലേക്ക് ഇറങ്ങി വന്നു. അമ്മ ഞാൻ ബൈക്ക് ഓടിക്കുമ്പോൾ കാണുന്ന സീൻ എന്താ പറയുക, ഇത് പിടിക്കുമ്പോൾ കാണിച്ചു കൊടുക്കട്ടെ. ബാക്കിൽ മിററിൽ ഇങ്ങനെ ഞാൻ മിററിൽ ഇങ്ങനെ നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്നേ.
അപ്പോൾ അതാണ് ആ യാത്രയുടെ ഒരു എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ഒരു യാത്ര അത് തന്നെയാണ്. എപ്പോഴും ആരും ചോദിച്ച ഒരുപാട് തവണ പറഞ്ഞതാ, കേട്ട് ബോറടിച്ചിട്ടുണ്ടാവും. ബട്ട് സ്റ്റിൽ എനിക്ക് അതിനോടൊരു നമ്മൾ പറയില്ല, ഒരു പ്രേമം കൂടുതലുള്ള ആ ഒരു യാത്രയുടെ ഒരു ഭംഗി വേറെയാ. ഒരു പ്ലാനും ഇല്ല, ജസ്റ്റ് വെറുതെ വള്ളി പൊട്ടിയോണം പോയതാ. ലോക്കലായ തൃശ്ശൂർ എല്ലാ സ്ഥലങ്ങളും ഇഷ്ടമാണ്. അതെ പൂരപ്പറമ്പ്. എല്ലാവരും നമ്മളെപ്പോഴും പറയുമ്പോ തൃശ്ശൂര് അല്ലെങ്കിൽ അത് കഴിഞ്ഞാൽ അല്ലേ, അത് കഴിഞ്ഞാൽ ലഡാക്ക്. അതൊക്കെ ഈ പിള്ളേര് ബൈക്കുമൊക്കെ പോകണമെന്ന് പറയുമ്പോ എന്താ അത്ര വലിയ ലേലല്ലേ എന്നൊക്കെ വിചാരിക്കാറുണ്ട് കേട്ടോ. പോയി കഴിഞ്ഞ് എനിക്കും ലേലക്ക് തന്നെ പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമുള്ള സ്ഥലം. നമ്മളെ ഒരു രണ്ടാമത് ഒരു ജന്മം കിട്ടിയ പോലെ അത്ര ഫ്രീ ആവുന്നു. ഭയങ്കര സന്തോഷമുള്ള സ്ഥലം. ആ മഞ്ഞ് ഇഷ്ടമില്ലാത്തോളൊന്ന് പോയി നോക്കാം. അതെ മഞ്ഞ് ഇഷ്ടമില്ലാത്ത ആള് ഒന്നുമില്ലേ ഒന്ന് പോണം കേട്ടോ. തണുപ്പ് ഇഷ്ടമില്ലാത്തല്ലേ? ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാനുള്ള ഓപ്ഷൻ അമ്മേ ടീച്ചറാണ്. ഗ്രാമങ്ങളിലൊക്കെ പോയ സമയത്ത് സ്വാധീനിച്ച ഒരു വ്യക്തി കുറെ പേരുണ്ടായിരിക്കും. ഏറ്റവും ഓർമ്മയിൽ മന വില്ലേജ്, ഇന്ത്യാസ് ലാസ്റ്റ് വില്ലേജ്, ലാസ്റ്റ് ടീ ഷോപ്പ്. അവിടെ എനിക്ക് ബേസിക്കലി എല്ലായിടത്ത് ചെന്നാലും അവിടെ ഒരു ദൈവാനുഗ്രഹമുള്ള എൻ്റെ മുമ്പിൽ വരും. അത് വടക്കുന്നാഥൻ്റെ കഴിവാണ്, എൻ്റെ അല്ല. അതെന്താണെന്ന് വെച്ചാൽ എവിടെ നമ്മൾ പോയാലും ആരെങ്കിലും ഒരാൾ നമ്മളെ വന്ന് കൊണ്ടുപോയി കാണിച്ചു തരും. അത് എവിടെയോ അറിഞ്ഞോ അറിയാതെ വരുന്നൊരു ബ്ലെസ്സിങ് ആണ്. അതിന് അങ്ങനെ കാണാനാ ഭംഗി. എല്ലായിടത്തും ഉണ്ട്. കാശിയിലുണ്ടായിരുന്നു, ലേയിൽ പ്രഭു എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ, കാശിയിൽ മിഹിർ എന്ന് പറഞ്ഞിട്ടൊരു പയ്യൻ. പക്ഷെ മന വില്ലേജിൽ അനൂപ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാ, ഭയങ്കര സ്വീറ്റ് ആയിരുന്നു. അവൻ പഠിക്കുന്ന ഒരു പയ്യനാ, ഭയങ്കര ഒരു നിഷ്കളങ്കൻ എന്നൊക്കെ പറയണ പോലെ, വെരി ലവ്ലി. അവൻ ശരിക്കും അവൻ ആ ബദ്രിനാഥ് ക്ഷേത്രം കാണിച്ചു കഴിഞ്ഞാൽ അവന് പിടുത്തം വിട്ട് പോവാം, കാശ് മേടിച്ച് അവന് പോവാം. അവൻ ഗൈഡ് പോലെ നടക്കുന്നവനാ. പക്ഷെ അവൻ അവിടുന്ന് അങ്ങനെ നമ്മളെ നേരെ മുകളിലേക്ക് മറ്റേ സ്വർഗാരോപിണി നടന്നൊരു സ്പേസ് ഉണ്ട്, മറ്റേ വലിയൊരു ഹ്യൂജ് പാറ, കൈലാസ്ന്ന് മറ്റേ ചൈനയിൽ നിന്ന് വെള്ളം വരുന്ന, മാൻസറോർന്ന് വരുന്ന വെള്ളം എന്നൊക്കെ ഉള്ള സങ്കല്പമുള്ള ഒരു സ്ഥലം. അതുപോലെ ആ ഒരു റൂട്ടിലേക്ക് അവൻ നമ്മളെ കൊണ്ടുപോയതും ആ വഴിയിൽ അവൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നതും ഒരു മണിക്കൂർ യാത്ര. ആ ഒരു യാത്രയിൽ അവൻ എന്താ പറയുക, ഒരു ബന്ധക്കാരനേക്കാൾ കൂടുതലായി. അവനത് പറഞ്ഞു തരുമ്പോൾ ഒരു ആങ്സൈറ്റി, കാശ് നോക്കിയിട്ടല്ല, ഒന്നിനുമല്ല. അവൻ ആരും ഔട്ട് ഓഫ് ലവ് എന്ന് പറയില്ലേ, അമ്മയ്ക്ക് ഭാഷ മനസ്സിലാവില്ലേ, അവനും നമ്മുടെ മലയാളം അറിയില്ലല്ലോ. പക്ഷെ ഇവര് ഭയങ്കര കിടികളായി ആ നേരം കൊണ്ട്. ഇതെന്താ അതെന്താ അതൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. അവൻ അതൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പൊ അനൂപാണ് എന്നെ എവിടെയൊക്കെയോ അങ്ങനെ ആവണം, ഒരു സ്ട്രേഞ്ചറോട് നമ്മൾ അങ്ങനെ ആവണം എന്നുള്ളൊരു തോട്ട് തന്നത് അനൂപ. മനസ്സിലായോ? ഒന്നും കേരളം അങ്ങോട്ട് പോയല്ല. അത് നമ്മളാണ് മെച്ചപ്പെടേണ്ടത്, നമ്മളാണ് പുരോഗമിക്കേണ്ടത്, നമ്മളാണ് ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് നമ്മളാണ് അവർക്ക് വഴികാട്ടി കൊടുക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായി, ഈവൻ ഇൻക്ലൂഡിങ് ഞാൻ വരെ ചെയ്തിട്ടുണ്ട്. അതായത് ആരെങ്കിലും വഴി ചോദിക്കുമ്പോൾ തിരിച്ചു വിടും. അതാ പ്രായത്തിൽ ചെയ്ത വിഡ്ഢിത്തരങ്ങളാ. ഇന്ന് ആലോചിക്കുമ്പോൾ അവരൊക്കെ എത്ര ബുദ്ധിമുട്ടി ലോറിയൊക്കെ വളച്ചൊടിച്ച് അങ്ങനെ ആ ഒരു വിവരമില്ലാത്ത പ്രായത്തിൽ ഞാനും അത് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇന്ന് ആലോചിക്കുമ്പോൾ ഈ ലേലൊക്കെ പ്രഭു എന്ന് പറഞ്ഞിട്ടുള്ള ആ പുള്ളിക്കാരൻ ഒരു ആവശ്യവും ഇല്ലാണ്ട് എന്താ പറയുക, നമ്മൾ പോകുന്ന വഴി ലേയിൽ പോയി വന്നല്ലോ അല്ലേ, ഭയങ്കര സ്വീറ്റ് ആൾക്കാരല്ലേ അവര്, ഭയങ്കര ജെനുവിൻലി ജെനുവിനാ, അല്ലാണ്ട് നത്തിങ് ഫാബ്രിക്കേറ്റഡ് ഒന്നുമില്ല, വെരി ലവ്ലി ആയിട്ട്. അതിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ആദു എന്ന് പറഞ്ഞിട്ട് ഞങ്ങളവിടെ ലേയിൽ താമസിച്ചൊരു ഹോം സ്റ്റേ ആണ്. പുള്ളിക്കാരൻ്റെ റിസോർട്ടിൽ ഹോം സ്റ്റേയിൽ താമസിച്ചതും ഭക്ഷണത്തിൻ്റെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പുള്ളി പോണ സമയത്ത് പുള്ളി അവിടുത്തെ ഫ്രഷ് ഉണ്ടായ ആപ്പിള് ഒരു കവറിലിട്ട് തന്നു, ഒരു സാൻഡ്വിച്ച് ഒരു ടിഫിൻ ബോക്സിലാക്കിയിട്ട് അമ്മയ്ക്ക്. ഞങ്ങൾക്ക് തിരിച്ചു പോകുമ്പോൾ ബേസിക്കലി അതിന് ചാർജ് ചെയ്യാൻ പുള്ളിക്ക് ചെയ്തില്ല. വീണ്ടും അത് കണ്ട അപ്പോഴും പറയുന്നത് വീണ്ടും ചെല്ലാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അതായത് അവിടുന്ന് ഞങ്ങള് നുംബ്ര വാലി പാനോങ് ലേക്ക് റൂട്ടിലേക്ക് പോവാ. ആ റൂട്ടിൽ പോകുമ്പോൾ പുള്ളിക്കാരൻ നമുക്ക് നെറ്റ് കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് പുള്ളിയുടെ ജിയോ കണക്ഷൻ എടുത്ത് നമുക്ക് തന്നു. എന്തിന്? നമ്മളാണെങ്കിൽ ജിയോ ഒന്ന് ആലോചിച്ചു, ഞാൻ ചെയ്യില്ല. നമ്മളൊരാൾ അങ്ങനെ പോകുമ്പോൾ തിരിച്ചു വരുമില്ല, എപ്പോൾ അറിയാനാ, നമുക്ക് നെറ്റും ഉണ്ടാവില്ല, അയാൾക്ക് നെറ്റില്ല. അപ്പോൾ അങ്ങനത്തെ റിയലി ജെനുവിൻ. അതുപോലെ ഒരു 1000 രൂപയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു കൊല്ലം ജീവിക്കാം അവിടെ, വേറെ ഒന്നുമില്ലല്ലോ.
ഒരു 6 മാസം കഴിഞ്ഞാൽ ടൂറിസം ഇല്ല, 6 മാസം ടൂറിസം ഉള്ളൂ. ടൂറിസമാണ് അവരുടെ മെയിൻ വരുമാനം. അപ്പോൾ അവരതിനെ മേ ബി ബിസിനസ് ആയിരിക്കാം, അടുത്ത ആൾ വരുമ്പോൾ നമ്മൾ അങ്ങോട്ട് വിടുന്നതായിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വീണ്ടും അങ്ങോട്ട് ചെല്ലാനായിരിക്കാം. പക്ഷെ അങ്ങനെ ചെയ്യാനൊരു മനസ്സ് വേണം. ആ ഒരു 100-200 കിലോമീറ്റേഴ്സ് പോകുമ്പോൾ അയാളുടെ നെറ്റ് നമ്മുടെ കയ്യിൽ തന്നു വിടും. അത് എനിക്കത് ഭയങ്കര സ്പെഷ്യലാണ്. കാരണം സ്റ്റോറി ഇടാൻ പറ്റില്ലെങ്കിൽ എനിക്ക് പോണ വഴി മുഴുവൻ സ്റ്റോറി ഇട്ട് പോകണല്ലോ. അപ്പൊ അത് കാരണം ആ ഡോങ്കിൾ തന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്തൊരു നല്ലവനാണ് അവനൊക്കെ. അപ്പൊ നമ്മൾ മലയാളികൾ ചെന്നാണ് ഇപ്പൊ അവിടെ നശിപ്പിച്ചു തുടങ്ങുന്നത്. അതുവരെ നശിച്ചിട്ടില്ലായിരുന്നു. ഞാൻ കുറെ സ്ഥലം ചപ്പി കൊണ്ടുപോയി. എന്റെ അമ്മ ഈ പറഞ്ഞ പോലെ എനിക്ക് ഒരു സ്ഥലവും കാണണ്ടാന്നാണ് പറയാറ്. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി ഭയങ്കര എന്താ വെച്ചാൽ പത്മനാഭസ്വാമി ക്ഷേത്രം കാണാൻ പറഞ്ഞു. ഞാൻ 2 തവണ കൊണ്ടുപോയി. മൂകാംബികയെ കൊണ്ടുപോയി. ഇതുപോലെ കുമരകം, കൊച്ചി, മലയൻട്രൈവ്, അതങ്ങനെ കുറെ സ്ഥലങ്ങൾ അമ്മയെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. അമ്മയ്ക്കും മോനും വേണ്ടിയിട്ട്. അപ്പൊ ഇവരെ 2 പേരും കൊണ്ട് അങ്ങനെ കുറെ സ്ഥലങ്ങൾ പോയി. അപ്പൊ അമ്മ ശരിക്കും പറയാന്ന് വെച്ചാൽ എനിക്ക് വയ്യ, മുട്ടൊക്കെ വയ്യ, ഞാനൊന്നുമില്ല. പക്ഷെ എന്നെക്കാട്ടും 2 ദിവസം മുമ്പ് അമ്മ എല്ലാം റെഡി ആയിരിക്കണ്ടോ? പക്ഷെ വേറെ ചേച്ചിയുടെ കൂടെ പോയി. എന്റെ അമ്മക്ക് വീട്ടിലിരുന്ന പിന്നെ ഇങ്ങനെയൊക്കെ കാലുവേന പുറത്തേക്ക് പോവാന്ന് പറഞ്ഞു നോക്കി എല്ലാ കടവേനയും മാറും. അപ്പൊ അമ്മക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പറഞ്ഞ കോവളം അങ്ങനെ കുറെ സ്ഥലം കണ്ടു. ഇപ്പൊ എന്താ വെച്ചാല് ഞാനൊരു 2 തവണ പോയി വന്നപ്പോഴത്തേനും കുടജാദ്രി കൊണ്ടുപോയി. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ ഇപ്പൊ പറയുന്നത് തിരുപ്പതിയെ പോകണം. കോവിഡിന്റെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞു, കോവിഡൊക്കെ കഴിഞ്ഞു. ഇനി കോവിഡൊന്നും ഇല്ല. ഇനി ലീവ് വിത്ത് കൊറോണയാണ്. എക്സാം കഴിഞ്ഞിട്ട് പാട്ടിനെ ബാധിക്കാൻ പാടില്ലല്ലോ. അപ്പൊ അത് എക്സാം കഴിഞ്ഞിട്ട് എന്തെങ്കിലും അമ്മയെ കൊണ്ടുപോകണം. അപ്പൊ അമ്മയ്ക്ക് അപ്പൊ ഞാൻ അപ്പൊ ഈ പറഞ്ഞ പോലെ അമ്മമാരെ ആഗ്രഹം ഉണ്ടെങ്കിലും അവര് ശരിക്കും പറയില്ല. നമുക്ക് 1-2 തവണ പോയി. ഇപ്പൊ എന്താ വെച്ചാൽ ഒരാഴ്ച മുമ്പ് എല്ലാം പാക്ക് ചെയ്ത് എന്നെക്കാട്ട് മുമ്പ് റെഡി ചെയ്യും. ഒരു അസുഖമില്ല പോയി വരുന്നവർ. 80 വയസ്സായി പോകും. എനിക്ക് ചോദിക്കാനുള്ള ഗീതാമേടാണ്. ഗീതാമ്മയെ പോലെ തന്നെ ഞങ്ങളുടെ വീട്ടിൽ 3 പേരാണ്. ഏറ്റവും മൂത്ത ആളാണ് ഞാൻ. അപ്പൊ ഗീതാമ്മയ്ക്ക് അതുപോലെ തന്നെയാണോ? അപ്പൊ ഗീതാമ്മ 3 പേരെയും കൂടെ സെൻസ് ട്രാക്ക് ചെയ്തിട്ടുണ്ടോ? 3 പേരുടെ കൂടെ പോയിട്ടുണ്ട്. ആരുടെ കൂടെയാണ് ഗീതാമ്മയ്ക്ക് ഏറ്റവും മറ്റേ ഇനി കൊണ്ടോണോ വേണ്ടതെന്ന് ഞാനൊന്ന് തീരുമാനിക്കട്ടെ. ചോദിക്കാറില്ല. കാരണം എന്റെ കൂടെ വന്നിട്ടുണ്ട്. അപ്പൊ നാളെ അവരുടെ കൂടെ ചെറുതായതുകൊണ്ട് പോയിട്ടില്ല, അനിയന്മാരാണ്. അപ്പൊ എന്നാലും ഞാൻ ഇപ്പോഴേ ചോദിക്കാറുണ്ട്, എന്റെ കൂടെ പോകുന്നതാണോ ഇഷ്ടം അതോ താഴെ 2 പേരുണ്ട് അവര് തന്നെയായിരിക്കും ഇഷ്ടം. ഇടയ്ക്കൊക്കെ ആളിന് ട്രാവൽ അത്ര ഇഷ്ടമുള്ള ആളല്ല. അപ്പൊ അവന്റെ കൂടെ പോയി എനിക്ക് വലിയ താല്പര്യമില്ല, അവരെ കൊണ്ടുപോകുന്നു തോന്നുന്നില്ല. പിന്നെ ചെറിയ ആളുണ്ട്, അത് ഏകദേശം സാധാരണ പോലാണ്. ഇങ്ങനെ എവിടെ വന്നാലും കൂടെ വരാൻ റെഡിയാണ്. അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഏത് മഴയാണെങ്കിലും ഞാൻ ഫ്രണ്ടിലുണ്ടെന്നുള്ള ഇതിലാണ്. അപ്പൊ എനിക്ക് ചേച്ചീനെ ഇതുപോലെയാണോ ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആളാണോ? എല്ലാവരും കല്യാണം കഴിഞ്ഞു ഗെയിം ഓവർ. വല്ലപ്പോഴും 4 കൊല്ലമായി നാട്ടിലേക്ക് തന്നെ വന്നിട്ട്. ഫിൻലൻഡിലാ. മകളുടെ കൂടെ ട്രാവൽ പോകണമെന്ന് സോളായിട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? അത് നടക്കില്ലല്ലോ. കളിച്ചു അടിക്കാൻ എനിക്ക്. അവർക്ക് 2 മക്കളുണ്ട്. അവർക്ക് സാഹചര്യങ്ങളല്ല. ലൈബിലിറ്റി ബേസിക്കലി. എല്ലാവരുടെ കൂടി പോകാൻ ആഗ്രഹമുണ്ട്. ആര് വിളിച്ചാലും അല്ല, അങ്ങോട്ട് പോണോന്ന് ആഗ്രഹം ഉണ്ടോ? പിന്നെ ഏറ്റവും ഇപ്പൊ നോർത്തേൺ ലൈറ്റ്സ് കാണുന്ന സമയമാണ്. അപ്പൊ പോണെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ബേസിക്കലി ശരിക്കും എൻ്റെ ചേട്ടനുണ്ട് ശങ്കർ. ശരിക്കും എന്നേക്കാൾ നല്ലവൻ, എന്നേക്കാൾ ശുദ്ധൻ. ഞാൻ കുറച്ച് ക്രിക്കറ്റാണ്, ഞാൻ മോഡൽ വോയിസിൽ പഠിച്ചതാണല്ലോ. അപ്പം ഞാൻ എല്ലാവരും ഫ്ലേവറും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ അവൻ ഭയങ്കര ഭയങ്കര ഇന്നസെൻ്റാ, വെരി ലവ്ലി ക്യാരക്ടറാ. ശരിക്കും അവനാണ് എന്നേക്കാൾ അമ്മയെ കൂടുതൽ സ്നേഹം, ഭയങ്കര കെയർഫുള്ളാ പുള്ളി. രാത്രിയൊക്കെ അമ്മ എനിക്ക് തോന്നുന്നു 562 ദിവസം കണ്ടിന്യൂസ് ട്രിപ്പാക്കി പോയിട്ടുള്ളതാണ്. അപ്പോൾ ആദ്യമൊക്കെ ഇനീഷ്യലി ഒരു 2-3 മാസം ഞാൻ തന്നെ കൊണ്ടുപോയിരുന്നു, ഞാൻ തന്നെ പോവായിരുന്നു. പക്ഷെ പിന്നീട് ഞാനില്ലെങ്കിലും അമ്മ പോയി തുടങ്ങി. അപ്പൊ അതൊക്കെ അവന് ഭയങ്കര പേടിയായിരുന്നു. കാരണം കെയർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എല്ലാവർക്കും ഒരു പേടി വരും. രാത്രി നടന്നു വരും, അമ്മ അമ്പലം കഴിഞ്ഞ് സിമ്പിളായിട്ട് നടന്നു വരും. അതൊക്കെ പേടിയായിരുന്നു.
പറഞ്ഞു അവനാണ് ബെറ്റർ പേഴ്സൺ. എന്റെ ഏറ്റവും ഫേവറേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാരണാസി യാത്രയാണ് എന്റെ ഏറ്റവും ഫേവറേറ്റ്. കാരണം അതിലെനിക്ക് ഒരുപാട് നമ്മൾ പറയില്ലേ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വേറൊരു നല്ല യാത്ര ഉണ്ടാവുക. അല്ലെങ്കിൽ എക്സാക്ട്ലി ഇങ്ങനെ വന്നിരിക്കാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഒരു 4 ആള് കാണുമ്പോ കൊള്ളാലോ എന്ന് പറയുന്ന ഒരു ഫീല് വരുന്നപ്പോഴാ ആ ഒരു വാരണാസി യാത്ര. കുറെ ബുള്ളറ്റ് പ്രേമികള് കുറെ യാത്രാ പ്രേമികളെ ഏറ്റെടുത്തു. മറ്റേ സഞ്ചാരി എന്ന് പറഞ്ഞ ആ ഫേസ്ബുക്ക് ഫോറത്തിലാണ് ഞാൻ ചുമ്മാ വെറുതെ ഒരു തമാശക്ക് ഇട്ടതായിരുന്നു. വെറുതെ ഒരു രാത്രി എന്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട് രാഹുൽ എന്ന് പറഞ്ഞിട്ട് അവൻ അതിരപ്പള്ളി പോയത് എഴുതിയിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ആലോചിച്ചു എനിക്ക് ഇട്ടൂടെ, ഞാൻ പോയിട്ടില്ല ഇതിനും വലുത്, ഞാൻ ചുമ്മാ വെറുതെ ഇട്ടതാ. പക്ഷെ ഒരു രാത്രി ഒരു 8 മണിക്ക് ഇട്ടൊരു പോസ്റ്റ് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഞാൻ തന്നെ തല തന്നെ മറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ രാവിലെ ഫുൾ മീഡിയക്കാർ വിളിക്കുന്നു, ആകെ തിക്കും തിരക്ക്, 10-20,000 മെസ്സേജ്, റെസ്പോണ്ട് ചെയ്യാൻ പറ്റാണ്ട്. ഞാൻ ഇതെന്തപ്പോൾ ഉണ്ടായി ഇവിടെ, എന്താ സംഭവിച്ചത്? അങ്ങനെ ഒരു സ്കെയിലിലേക്ക് ഒരു ഓവർ ദ നൈറ്റ് ചേഞ്ച് ചെയ്യാന്ന് പറയുന്നത് ഈ വാരണാസി യാത്ര. വാരണാസി ഇരിക്കും വാരണാസി യാത്രയുടെ ഒരു ഭംഗി എന്ന് പറയുന്നത് 3 ദിവസത്തേക്ക് പ്ലാൻ ചെയ്ത് പോയതാ. ചുമ്മാ കാശി വിശ്വനാഥ ക്ഷേത്രം കാണുക, തൊഴുക, അമ്മയും കൊണ്ടൊന്ന് പോവുക, തിരിച്ചു വരിക, വേറെ ഒന്നുമില്ല. അത് അങ്ങനെ ഞങ്ങൾ പോയി. ഫസ്റ്റ് ദിവസം അവിടെ എത്തി. അതായത് ഫെബ്രുവരി 14th ആ യാത്ര. എല്ലാവരും വാലന്റൈൻസ് ഡേക്ക് ഭയങ്കര ബിസിയാണ്. വൈഫ് ഉണ്ടാവും, ഗേൾ ഫ്രണ്ട് ഉണ്ടാവും, ഭയങ്കര തിരക്കായിരിക്കും. പൂക്കൾ മേടിക്കണം, കാർഡ് മേടിക്കണം, മെസ്സേജ് അയക്കണം. നമുക്കില്ലല്ലോ. ഓക്കെ അപ്പോൾ അന്ന് ആ ഫെബ്രുവരി 14th രാവിലെ മുന്നാടിക്ക് നിങ്ങൾക്ക് കളിക്കല്ലേ. അപ്പോൾ ആ ഫെബ്രുവരി 14th ഒരു രാവിലെ ഒരു 5:30 ഞാൻ ഒരു സ്വപ്നം കാണുക. അതായത് ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം വാരണാസിയിൽ കൈപിടിച്ച് നടക്കുന്നു ആ ഘാട്ടുകളിലൂടെ. അത് ചുമ്മാ ഞാൻ എനിക്കപ്പോഴാണ് മനസ്സിലായത് വാരണാസി അല്ല, എൻ്റെ വീട്ടിൽ തന്നെ, എൻ്റെ ബെഡിൽ തന്നെ എന്ന് അപ്പോഴാണ് മനസ്സിലാവുന്നത്. അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ വെറുതെ ഒന്ന് സ്ക്രോൾ ചെയ്ത് എത്ര ഫ്ലൈറ്റ് റേറ്റ് എത്രയാന്ന് നോക്കി. അതായത് ട്രെയിനിന് പോലും ഇത്ര ചീപ്പായി കിട്ടില്ല. 2,900 രൂപയായിരുന്നു. ഒരു വീക്ക് ഡേ ആയിരുന്നു. ഭയങ്കര അതായത് അന്നത്തെ ഒരു സ്കെയിൽ വെച്ച് ട്രെയിനിന് പോവുകയാണെങ്കിൽ 7,000-8,000 രൂപ വേണം. അപ്പോൾ നമ്മൾ പോവില്ല. 2,900 അപ്പം തന്നെ ഞാൻ കയ്യോടെ ബുക്ക് ചെയ്തു, 2 ടിക്കറ്റ് എടുത്തു. ഒരു 6 മണിയാകുമ്പോഴേക്കും ഞാൻ പുറത്ത് വന്ന അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ നമ്മളിന്ന് 12 മണിയുടെ ഫ്ലൈറ്റിൽ നമ്മൾ വാരണാസി പോകാന്ന് പറഞ്ഞപ്പോൾ അന്ന് വി ആർ ജസ്റ്റ് ബിഗിനേഴ്സ്. അതായത് നമ്മളതിന് മുമ്പ് ബോംബെ അടിച്ചിട്ടുണ്ട്, ഡൽഹി താജ്മഹൽ അതൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ മേ ബി 3rd ജേണി ആയിരിക്കും ഈ വാരണാസി എന്ന് പറഞ്ഞത്. അപ്പൊ അമ്മ അന്നൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് അമ്മയ്ക്ക്. അപ്പൊ അമ്മ പറഞ്ഞു എടാ ഇന്ന് വേണ്ട, നമുക്ക് നാളെ മറ്റന്നാൾ അല്ലെങ്കിൽ വീക്കെൻഡ് അങ്ങനെ പോകാം, റേറ്റ് കൂടും. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ നടക്കില്ല, ഭയങ്കര ഹൈ റേറ്റാ. ഒരു നോണ നല്ലൊരു കാര്യത്തിന് വേണ്ടി പറയാം, കുഴപ്പമൊന്നുമില്ല, ഇടയ്ക്കൊക്കെ തള്ളിവിടാൻ നമുക്ക്. അപ്പൊ ഞാൻ ഭയങ്കര റേറ്റാ ടിക്കറ്റിന്, ക്യാൻസൽ ചെയ്താൽ റീഫണ്ടും ഇല്ല. അപ്പൊ അമ്മ ഇങ്ങനെ എന്താ പറയാ അമ്പലത്തിലെ പരിപാടി ഉണ്ട്, ബന്ധക്കാർ വരും, ഒന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് സ്കിപ്പ് ചെയ്തപ്പോൾ ഞാൻ ഈ റീസൺ പറഞ്ഞ് കമ്പൽസറി അടിച്ച് കയറ്റി. ഏത് ഫ്ലൈറ്റ് റേറ്റ് കൂടുതലാണ്, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റ് കയറി, 12:30 ഫ്ലൈറ്റ് കയറി. വാരണാസി ഞങ്ങൾ ഒരു 7:30-8 ആകുമ്പോഴേക്ക് എത്തി. ഞങ്ങൾ താഴെ വാരണാസിയിലെത്തി, ലഗേജ് കൊണ്ടുവച്ച് രാവിലെ 5 മണിക്ക് കണ്ട ആ സ്വപ്നം ഒരു 8:30 ആകുമ്പോഴേക്കും യാഥാർത്ഥ്യമായി. അതിന് ഈ പറഞ്ഞ പോലെ ഒരുപാട് കൺസ്ട്രെയിൻസ് ഉണ്ട്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ബ്ലെസ്സിങ് ആണത്. ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ. അല്ലാണ്ട് വേറെ ഒന്നും ഉണ്ടായിട്ട് ഇപ്പോൾ നമ്മുടെ കയ്യിൽ കാശുണ്ടായി ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ സൗകര്യങ്ങളുണ്ട്, ഇതൊന്നും അല്ല ഇതിൽ. നമുക്ക് അങ്ങനെ പോവാനും നമുക്ക് അന്ന് ആ ഒരു ദിവസം പോകണമെങ്കിലുള്ള ഹെൽത്ത്, അമ്മയ്ക്ക് അങ്ങനെ ഇറങ്ങി വരണമെങ്കിൽ, അതായത് അന്ന് തലേദിവസം ചിലപ്പോൾ അമ്മ മറ്റേ എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഇരിക്കണ്ടായിരുന്നാ, ഇങ്ങോട്ട് പോവാന്ന് പറഞ്ഞപ്പോൾ എല്ലാം മാറി കേട്ടോ. അപ്പോൾ അങ്ങനെ വാരണാസി ചെന്ന് ആ ഘാട്ടുകളിൽ ഞങ്ങൾ കൈപിടിച്ച് നടക്കുന്നു. അപ്പൊ അത് ഒരു സ്വപ്നം ഒരു റിയാലിറ്റിയിലേക്ക് വന്നതിന്റെ ഒരു ഭയങ്കര ഒരു മനസ്സിലൊരു സന്തോഷം. പിന്നെ നെക്സ്റ്റ് ഡേ മംഗളാരതി കാണുന്നു, ഗംഗാരതി കാണുന്നു, എല്ലാ പരിപാടിയും കഴിഞ്ഞ് 3rd ഡേ വാരണാസിയിൽ നിന്ന് ഡൽഹിക്ക് ട്രെയിനാണ്. ആ ട്രെയിനാണ് ഇങ്ങനെ ഒരു യാത്രയിലേക്ക് ഇതിനെ ഫുള്ള് തിരിച്ചു കളഞ്ഞത്. കാരണം ആ ട്രെയിനിൽ ഞങ്ങൾ പോകുമ്പോൾ ട്രെയിൻ കയറി കുറച്ച് നീങ്ങിയ വശം കംപ്ലീറ്റ് ഇഷ്യൂസ്, അതായത് ലേറ്റ് ആയി, ട്രെയിൻ നിന്നു, ഭയങ്കര ഡിലേ, 5 മണിക്കൂർ ഡിലേ ആവും, 5 മണിക്കൂർ. അപ്പൊ നമ്മൾ മൈൻഡ് ഉള്ളിൽ ഇരുന്ന് ആകെ എക്സോസ്റ്റഡ് ആയി. AC അല്ല, സാധായിരുന്നു. നമുക്കിങ്ങനെ എന്താ പറയാ ഗുരുമുട്ടാന്ന് പറയില്ലേ, നമ്മളിങ്ങനെ ഇരിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും കലമില്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആ ഒരു എന്താ പറയാ ആ ഒരു ബാഡ് മൊമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന ആ ഒരു ഇഷ്യൂ ആണ് ഇത്ര നല്ലൊരു യാത്രയിലേക്ക് പോയത്. ഒരു TT വന്ന് ചെക്കിംഗ് TT വന്നിട്ട് പുള്ളിക്കാരൻ ചോദിച്ചു, കണ്ടപ്പോൾ തന്നെ മനസ്സിലായി മലയാളികളാണെന്ന് മനസ്സിലായി. ഞാൻ സംസാരിച്ചു തുടങ്ങി മലയാളിയായ. അപ്പൊ ആള് പാലക്കാട്, അമ്മ വാരണാസിയിലെ പ്രസാദം എടുത്തു കൊടുക്കുന്നു.
എഗെയിൻ ഞാൻ എല്ലായിടത്തും പറയാനുള്ള പോലെ ഞങ്ങൾ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ പൂരം നടത്തുന്ന സ്ഥലം, അവിടെ 15 ആന, അപ്പുറത്ത് 15 ആന, ഞങ്ങൾ കുടമാറ്റം, വെടിക്കെട്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ആളെ അങ്ങോട്ട് തൃശ്ശൂർക്കാരനാക്കി ഞാനാണ്. അപ്പൊ പുള്ളിയുടെ അടുത്ത് ഞാൻ ചുമ്മാ ചോദിച്ചതാ, സാറേ എന്നാ തിരിച്ച് നാട്ടിൽ പോകാൻ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ ഇനി നേരെ ട്രെയിൻ ഷിംലയ്ക്കാണ്, ഷിംല പോയിട്ട് തിരിച്ചു കൂടുമോ പറഞ്ഞ. പക്ഷെ അവിടെ ബൾബ് കത്തിയാണേ. ഞാനപ്പോ അങ്ങനെ നോക്കി. അപ്പൊ അമ്മ എന്നാ നോക്കി. അപ്പൊ ഞാൻ വീണ്ടും നോക്കി. അപ്പൊ ഞാൻ ചോദിച്ചു വിട്ടാലോ ചോദിച്ചാ, പിന്നെന്താ കേൾക്കാൻ വേണ്ടി ഇരിക്കും, പിന്നെന്താ പോവാന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങള് ഡൽഹിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ് ക്യാൻസൽ ചെയ്ത് വാരണാസി ഇട്ടു, ഷിംലയാക്കി. ഷിംലയല്ല, കാൽക്കയാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. അവിടുന്ന് ഒരു 90 കിലോമീറ്റേഴ്സും കൂടി ഉണ്ട് ഷിംലയ്ക്ക്. പിന്നെ അവിടുന്ന് അങ്ങനെ ഷിംലെന്ന് അവിടെ ചെന്ന് അവിടുത്തെ ലോക്കൽ സൈറ്റ് സീയിങ് കംപ്ലീറ്റ് 2 ദിവസം കണ്ടു. അപ്പൊ നമ്മളെ ആകെ 3 ദിവസത്തെ ലഗേജ് ഉള്ളു. അമ്മ ചെരുപ്പിട്ടാ, ഷൂസ് പോലും ഇല്ല. അവിടെ ചെന്ന് നമ്മള് ജാക്കറ്റ്സ് മേടിച്ചു, മങ്കി ക്യാപ്സ് മേടിച്ചു, മറ്റേ ചെവിയിൽ വെക്കുന്നത് ഗ്ലൗസ് എല്ലാം ഷിംലന്ന് മേടിച്ചിട്ടാണ് നമുക്ക് പോകുന്നത്. എന്നിട്ട് നമ്മളെല്ലാം ലോണ്ടറിയിൽ കൊടുത്തൊക്കെ മാറ്റി സെറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഞങ്ങൾ കസോള് പോയി. കസോൾ ഇസ് ലിറ്റിൽ മോർ ക്ലോസർ ടു ഹിമാലയാസ് എന്ന് പറയില്ല, ഭയങ്കര ഒരു ഡീപ്പാണ് കസോള്. പോയില്ല അല്ലെ? കസോൾ പോകാം. കസോൾ എന്താ വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് ഫ്രീ സോൺ ഏരിയ ആണ്. പിന്നെ ട്രാവലേഴ്സ് എന്ന് പറഞ്ഞാൽ സീരിയസ് ഹാർഡ് കോർ ട്രാവലേഴ്സാ വരുള്ളൂ. വെറുതെ മണാലി വന്ന് കണ്ടുപോണ പിള്ളേരൊന്നും വരില്ല. അങ്ങനെ നല്ല കട്ട ട്രാവലേഴ്സ് എന്ന് പറയില്ല, അങ്ങനത്തെ വരുള്ളൂ. കസോൾ ഒരു ദിവസം നിന്നു. അവിടെ എന്താ പറയുക, ഒരു കുഞ്ഞൊരു വുഡ് ഹൗസ് വലിയൊരു മലയുടെ ഇടയിൽ, അങ്ങനത്തെ ഒരു കുഞ്ഞ സ്ഥലത്ത് താമസിച്ചു. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഡേ മണാലി വിളിച്ചു. മണാലിയിലേക്ക് പോകുന്ന വഴിയിൽ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ ബൈക്കിൽ പോകുമ്പോഴേ അതിന്റെ ഭംഗിയുള്ളൂ. ഞാൻ 3-4 പ്രാവശ്യം ബൈക്കിൽ പോയതാണ് റൂട്ടിൽ. ബൈക്കിൽ പോയാൽ നമ്മൾ മേഘങ്ങളെ ഇങ്ങനെ തൊട്ടു പോവും, ആകാശം നമ്മുടെ കാൽച്ചുവട്ടിൽ കാണാം. കാറിൽ പോയാൽ ഒന്നും അറിയില്ല, വെറുതെ നമ്മളിരുന്ന് പോവാവുള്ളൂ എന്നൊക്കെ പറഞ്ഞ് സ്ക്രൂ ചെയ്ത് നോക്കി. വീണില്ല. കാരണം അമ്മയുടെ അമ്മ ചെറുപ്പത്തിൽ ബൈക്കിൽ നിന്ന് വീഴുന്നത് കണ്ടിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ ബാക്കിലിരിക്കുമ്പോ സാരി ചുറ്റി പിടിച്ചിട്ട്. അപ്പൊ ആ ഒരു സ്കെയർ കാരണം അമ്മ അങ്ങനെ അതിനെ സമ്മതിച്ചില്ല. എഗെയിൻ റൂമിലെത്തി, മണാലിയിലെത്തിയപ്പോ ഞാനിങ്ങനെ ഒന്നും കൂടി ഒന്ന് തേച്ച് നോക്കി. അപ്പൊ തേച്ചപ്പോ പറഞ്ഞു, എന്നാ പിന്നെ ബൈക്കിൽ പോവാൻ. അങ്ങനെ അതാണ് ഏറ്റവും ഫേവറേറ്റ് യാത്ര ചെയ്തത്. അമ്മ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ബൈക്കിൽ കയറുക. അങ്ങനെ അവിടുന്ന് ഞങ്ങൾ മണാലിയിൽ നേരെ റോത്താങ്ങിലേക്ക് പോകണം. നേരത്തെ ഞാൻ പറഞ്ഞ സീൻ, ബൈക്കിൽ പറഞ്ഞ് പാട്ടൊക്കെ പാടി, ഹിന്ദി പാട്ട് പാടുന്നാള്, ഏതാ സിനിമ അറിയില്ല. അങ്ങനെ കയറി പോകുന്തോറും മഞ്ഞുകൾ തുടങ്ങുന്നു, മഞ്ഞ് കാണുന്നു, ആ മഞ്ഞിന്റെ ആ ഒരു ലവ് കാണുന്നു, അത് കൈ കൊണ്ടെടുത്ത് വാരുന്നു, കഴിക്കുന്നു. അപ്പൊ എനിക്ക് അതൊക്കെ ഭയങ്കര പ്രിയപ്പെട്ടതാണ്. കാരണം ഞാൻ 5 പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു മുമ്പ്. അപ്പൊ എനിക്ക് ലേയിൽ വലിയ പുതുമയുള്ളതൊന്നുമില്ല. ബട്ട് സ്റ്റിൽ എല്ലാ പ്രാവശ്യം ലേയിൽ ചെല്ലുമ്പോൾ ഓരോ ഭംഗിയാണ്. പക്ഷെ എന്റെ സന്തോഷം അത് അമ്മയുടെ വ്യൂ പോയിന്റ് ആണ്. നമുക്ക് അതിൽ എന്താ പറയാ, ഭയങ്കര ലവ്ലി ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ അമ്മയുടെ ആ ഒരു സന്തോഷം ഐസ് കാണുമ്പോൾ. തിരിച്ച് ഞങ്ങൾ താഴെ വരുമ്പോ ഞാൻ കാറ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി കാറ് വേണ്ട, ബൈക്ക് മതി. അപ്പൊ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്, ജസ്റ്റ് വിത്തിൻ ഷോർട്ട് ടൈമിലുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ്. അതുകൊണ്ടാണ് ആ യാത്ര എനിക്ക് ഭയങ്കര ഒരു ഫേവറേറ്റ്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുടെ മെസ്സേജസ് ഉണ്ടായിരുന്നു. വലിയൊരു പരിപാടിയാക്കി ഇന്നത്തെ ഒരു സമയത്ത് നടത്താൻ പറ്റില്ലല്ലോ. അത് കാരണമാണ് ഇത്രയും ചെറിയൊരു ഫംഗ്ഷൻ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 10 പേര് മതി ഇരുന്ന് കഥ പറയാൻ, അല്ലാതെ കുറേ പേര് വേണമെന്നൊന്നുമില്ല എനിക്ക് ശരിക്കും. അപ്പം ഒരുപാട് പേര് കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് നിന്നൊരു കുട്ടി മെസ്സേജ് അയച്ചിരുന്നു അങ്ങനെ പരിപാടിക്ക് വരണം. പക്ഷെ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ, കാസർഗോഡ് നിന്ന് വന്ന ഒരു ദിവസം ഇവിടെ സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസം പോകാൻ പറ്റുള്ളൂ. അപ്പം അതൊക്കെ കൊണ്ട് ഇനി നമുക്ക് ഓരോ സ്ഥലത്തും ഇതുപോലെ ഓരോ മീറ്റപ്പ് വയ്ക്കാം. കുറേ പേരൊന്നും വേണ്ട കേട്ടോ, കുറച്ച് പേര് മതി. കുറച്ച് പേര്, ഒരു 10 പേര്, 15 പേര്, അല്ലെങ്കിൽ 20 പേര്. ഈ പരിപാടി പോലെ ഒരു മാക്സിമം ഒരു 30 പേര്, അതിൻ്റെ അപ്പുറം വേണ്ട. അപ്പോഴാണ് നമ്മളൊരു ക്ലോസ് ഒരു ഫാമിലി ലൈക്ക് ഇരുന്ന് സംസാരിച്ച്. ഇന്നിപ്പോൾ വന്നേക്കണ എല്ലാവരും നമുക്ക് ഇൻഡിവിജ്വലി അറിയാം. അപ്പം അങ്ങനത്തെ പരിപാടികളിൽ നമുക്ക് കോഴിക്കോട് വയ്ക്കണം, കണ്ണൂർ വയ്ക്കണം, കാസർഗോഡ് വയ്ക്കണം അല്ലേ, അയ്യോ സോറി ഇങ്ങോട്ട് പോകണല്ലേ, കോട്ടയം വയ്ക്കണം, വർക്കല വയ്ക്കാം. അപ്പം അങ്ങനെ നമുക്ക് പ്ലാൻ ചെയ്യാം. നമ്മുടെ പിൻ സോഷ്യൽ അശ്വിനുണ്ട്, പുള്ളി അതൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു സംവിധാനം, ഇങ്ങനെ ഒരു സ്റ്റേജ് തന്ന ലൂസിയ പാലസിന് ശരിക്കും പറഞ്ഞാൽ അവരോടാണ് ഒരു നന്ദി പറയേണ്ടത്. കാരണം ഇങ്ങനെ പറഞ്ഞപ്പോഴേക്കും ഇങ്ങനെ ഒരു വി ആർ റെഡി, അല്ലെങ്കിൽ കം ലെറ്റ്സ് ഡു ഇറ്റ് എന്നുള്ളൊരു സന്തോഷം. അല്ലെങ്കിൽ തൃശ്ശൂർ ടൗണിൽ ഇത്രയും ക്ലോസ്, എല്ലാവർക്കും വരാനും പോകാനൊക്കെ ഒരു എളുപ്പം. അത് കാരണമാണ് ലൂസിയ പാലസ് ചൂസ് ചെയ്യാനുള്ള കാരണം. പിന്നെ പറഞ്ഞ പോലെ അശ്വിനാണ് ഈ ഒരു എൻറ്റയർ പ്രോഗ്രാം ഹാൻഡിൽ ചെയ്തത്. ഇതിൻ്റെ ഞാനൊന്നും അറിഞ്ഞില്ല. ആൾക്കാരെ ചൂസ് ചെയ്തതും ആൾക്കാരെ മെസ്സേജ് ഹാൻഡിൽ ചെയ്യുന്നതും എല്ലാം അശ്വിനാണ് ചെയ്തത്. അതിന് ബിഗ് താങ്ക്സ് ടു അശ്വിൻ. അതുപോലെ വിട്ടുപോകാൻ പറ്റാത്തൊരു കാര്യമാണ് സംഗീതും ഗോഡ്സനും. രണ്ടുപേരും ഭയങ്കര സ്ട്രെയിൻ എടുത്ത്
രാവിലെ 6 മണിക്ക് വന്ന് നിന്ന്. പക്ഷെ ഞാൻ ലേറ്റായി വരാൻ മഴ പെയ്തു. അപ്പോൾ അവരുടെയാണ് ക്യാമറ, അവരുടെയാണ് ഇതിൻ്റെ ബ്യൂട്ടിഫുൾ വീഡിയോസും കാര്യങ്ങളും പിക്ചേഴ്സൊക്കെ വരുന്നത്. ഗോഡ്സൺ ടീം സംഗീതിൻ്റെയാണ്. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു അഖിൽ. അഖിലാണ് ഇതിനെ മൊത്തത്തിൽ വണ്ടി ഓടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് ഇങ്ങനെ വേണം അങ്ങനെ വേണം, ലാഗ് വരുത്തരുത്. എനിക്ക് ഇങ്ങനത്തെ പ്രോഗ്രാംസ് ഒന്നും കോർഡിനേറ്റ് ചെയ്തോ അല്ലെങ്കിൽ ഇങ്ങനെ വലിയ വലിയ പരിപാടികൾ നടത്തുന്നത് എനിക്ക് ശീലമില്ല. ഞാൻ എവിടെയെങ്കിലുമൊക്കെ പ്രോഗ്രാം ഉണ്ടാകുമ്പോൾ അവിടെ പോയി ചെയ്യുക. പക്ഷേ അതിനെ ഒരു കറക്റ്റ് ഒരു മെത്തേഡിലൊരു ഫ്ലോയിൽ ഒഴുകി കൊണ്ടുപോയത് അഖിലാണ്. അഖിലിനും താങ്ക് യു. ഇതിലെ സ്പോൺസേഴ്സ് എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സാണ്. ലൈക്ക് 20 ബേക്ക് ഹൗസ്, സ്വീഗർ സ്വീറ്റ്സ്, ടേസ്റ്റ് ഓഫ് കേരള, ഒറിജിനൽ തൃശ്ശൂർ എന്ന് പറയുന്നതൊക്കെ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. ഒക്കെ നമ്മുടെ തൃശ്ശൂരിലുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയണം. കാരണം നമ്മളൊരു ആവശ്യം പറഞ്ഞപ്പോഴേക്കും എത്രയും പെട്ടെന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തന്നതിന് ബിഗ് താങ്ക്സ്. അപ്പോൾ ഇനിയും നമുക്ക് കാണാം, ഇനിയും നമുക്ക് ഇങ്ങനത്തെ കൂട്ടുകൂടാം, യാത്ര പോകാം അമ്മമാരോടൊപ്പം എന്നുള്ള ആ ഒരു തീം നമുക്ക് പിടിക്കാം. ഇതുപോലെ ഒരുപാട് അമ്മമാർ ഇനിയും വരാൻ കഴിയട്ടെ. അപ്പോൾ വന്നിട്ടുള്ള എല്ലാവരുടെ അടുത്തും താങ്ക് യു. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കാണുക. ഈ വീഡിയോസ് ഫുള്ളായിൽ വരും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, മണി അടിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.